ആ കേൾവി കൂടിയെന്നോ മനസ്സിലാക്കി കുറഞ്ഞോ? ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ ഞാൻ ചോദിക്കേണ്ട ഒന്നിന്റെ ഉള്ളിൽ ശരിക്കും ഇട്ട് കൂട്ടിയിട്ട് ഒരു വായു കടക്കുന്നില്ല, ശാസ്ത്രീയമായ സംവിധാനം ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ശബ്ദം കേൾക്കോ? കേൾക്കുന്ന അഭിപ്രായമോ? കേൾക്കൂല. ഇത് റസൂലുള്ള പറഞ്ഞതായി ഞാൻ ഉദ്ദേശിച്ചത് വൽമനാർ മുജാഹിദിന്റെ മുഖപത്രത്തിലുള്ളതാണ്. അപ്പൊ മരിക്കാൻ ശബ്ദം ജീവിച്ചിരിക്കുന്ന ആളുടെ ചെരുപ്പിന്റെ ശബ്ദം തന്നെ കേൾക്കുന്നു എന്ന് റസൂലുള്ള പറഞ്ഞതായി വൽമനാർ പറയും. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മുജാഹിദിന് മരണം തന്നെ എന്താണെന്ന് മനസ്സിലായില്ല. മരിച്ചതിന്റെ ശേഷം എന്താണെന്ന് വിശ്വസിക്കുന്നില്ല. അതാ മുജാഹിദ് ആ തന്നെ കാണുന്നു. അപ്പൊ മരണം എന്ന് പറയുന്നത് മുജാഹിദ് പറയുന്നത് പോലെ ഉള്ള ഒരു അർത്ഥത്തിലാണോ ഈ ചോദ്യകർത്താവ് മരണം മനസ്സിലാക്കിയത്? അല്ല നബിയും സഹാബത്തൊക്കെ പഠിപ്പിച്ചത് പോലെയാണോ ചോദ്യകർത്താവ് മരണം എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് എന്ന് എനിക്കറിയണം. കാരണം റസൂലുള്ള പഠിപ്പിച്ച മരണമാണ് മരണത്തെ സംബന്ധിച്ച് റസൂലുള്ള പഠിപ്പിച്ചതുപോലെയാണോ ചോദ്യകർത്താവ് മനസ്സിലാക്കിയത്? അല്ല മുജാഹിദ് മൂലൈമാര് പഠിപ്പിച്ചതുപോലെയാണോ ചോദ്യകർത്താവ് മനസ്സിലാക്കിയത്? എങ്ങനെയാ മനസ്സിലാക്കിയത്? രണ്ടിലൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ മരണത്തെ ശേഷത്തിന്റെ ശേഷമുള്ള ചോദിച്ചുകൊണ്ടാണ് മരണം തന്നെ നിങ്ങളെന്താ വിശ്വസിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ മറുപടി പറഞ്ഞോളല്ലോ. നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? റസൂലുള്ള പഠിച്ചതുപോലെ മൂലൈമാര് പഠിച്ചതുപോലെയോ? പഠിക്കാനല്ല പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നത്തെ മൗത, നിങ്ങൾ തീർച്ചയായിട്ടും മരിച്ചുപോയവരെ കേൾപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ ആളുകൾ ഒരിക്കലും കേൾക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വൈദ്യം തന്നെ മുഹമ്മദ് നബി ആയിട്ട് കണ്ടിട്ടില്ലേ? സംശയം മുഹമ്മദ് നബി ആയിട്ട് കണ്ടിട്ടില്ലേ? നിങ്ങളുടെ സംശയം ചെറുതാണെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ ഞാൻ അവിടെ ഇരുന്നത് മറുപടി പറയാം. ആയിക്കോട്ടെ, പറഞ്ഞോളൂ, ഇവിടെ ഇരുന്നോളൂ, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ ഞാൻ മുഹമ്മദ് നബി ഇങ്ങനെ പഠിപ്പിച്ചത് ബുഖാരി മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ട് അത് അൽമനാറിൽ പറഞ്ഞ അർത്ഥം വായിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ പറയുന്നത് ഖുർആൻ ഇങ്ങനെ ഉണ്ടാവുന്നത് ശരിയാവില്ല, മുഹമ്മദ് നബി പറഞ്ഞത് ശരിയാവില്ല. അപ്പൊ ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഇന്നാന്തല്ല ഇതിലേക്ക് ഖുർആൻ തങ്ങളിലേക്ക് അവതരിച്ച് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പറയും. ആ മുഹമ്മദ് നബിയുടെ വിശദീകരണം മനുഷ്യർ കേൾക്കുന്നതാണ് അൽമനാറിൽ പറയുന്നത്. ആ മുഹമ്മദ് നബിയേക്കാൾ എന്ന ആയത്തിന്റെ അർത്ഥം നമ്മുടെ ചോദ്യകർത്താവിന് മനസ്സിലാവുമെന്ന് വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾക്ക് നിവൃത്തിയുണ്ടോ? ഉണ്ടോ? മുഹമ്മദ് നബിയേക്കാൾ എന്നതിന്റെ അർത്ഥം ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യകർത്താവിനോ അല്ലെങ്കിൽ മുജാഹിദ് മുസ്ലിമെന്നോ അറിയുമെന്ന് ഈമാൻ കിട്ടി വെച്ചിടന്ന് വിശ്വസിക്കുന്ന മുസ്ലിമിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ പിന്നെ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഞാനും പറഞ്ഞില്ലേ, അമ്മ മാത്രമാണ് കഴിവ് കൊടുക്കുന്നവൻ. അയാൾ പറഞ്ഞിപ്പോ അർത്ഥം പറഞ്ഞവർ ശ്രദ്ധിച്ചോ? മരിച്ചവരെ കേൾപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. ആര് മരിച്ചവരെ കേൾപ്പിക്കാനുള്ള കഴിവ് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. കേൾപ്പിക്കുന്നവൻ അള്ളാഹുവല്ലേ, മരിച്ചവരെ കേൾപ്പിക്കുന്നവൻ അള്ളാഹുവല്ലേ, നമ്മളല്ലല്ലോ. അപ്പൊ മരിച്ചവരെ കേൾപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല, ഞാനാണ് കേൾപ്പിക്കുന്നത് അമ്മ പറയുന്നത്. രാജാവ് അർത്ഥോ അത് വ്യക്തമായി തന്നെ ആ ആയത്തിന്റെ ബാക്കി ഭാഗത്തില്ലേ? മൗത, അതുപോലെ തന്നെ ഇങ്ങനെ രണ്ടായത്താണ് ഈ വിഷയത്തിൽ മുജാഹിദുകൾ തെളിവുദ്ധരിക്കാറുള്ളത്. ആ ആയത്തിന്റെ ബാക്കി ഭാഗം നോക്കിയാൽ കാണാം, അള്ളാഹ് ഉദ്ദേശിച്ചവനെ അള്ളാഹ് കേൾപ്പിക്കുന്നു, കേൾപ്പിക്കുന്നത് തങ്ങളല്ല. അപ്പൊ അള്ളാഹ് ഉദ്ദേശിച്ചവനെ അള്ളാഹ് കേൾപ്പിക്കുന്നു, കേൾപ്പിക്കുന്നത് അവരുള്ളവരെ കേൾപ്പിക്കുന്നത് തങ്ങളല്ല. അപ്പൊ അള്ളാഹ് കേൾപ്പിക്കുന്നതേ നമ്മൾ പറയുന്നുള്ളൂ, നമ്മൾ കേൾപ്പിക്കുന്നു പറഞ്ഞില്ലല്ലോ. മരിച്ചവന് കേൾക്കും എന്നതിന് ആയത്തോടുമ്പോ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ മറുപടിയാവും. കേൾക്കൂല എന്നുള്ളതിന് ആയത്തോടണോ? കേൾപ്പിക്കാൻ നമ്മൾക്ക് കഴിയോ ഇല്ലേ എന്നല്ല തർക്കം. നമ്മളെ തർക്കം മരിച്ചവരെ കേൾപ്പിക്കാൻ നമ്മൾക്ക് കഴിയുമോ അല്ലെങ്കിൽ അമ്മ കേൾപ്പിക്കണോ എന്നല്ല. അതിന് തർക്കമില്ല. മരിച്ചവരെ കേൾപ്പിക്കാൻ അള്ളാഹ്ക്കേ കഴിയൂ, ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിക്കാനും അള്ളാഹ്ക്കേ കഴിയൂ. അതേ സമയത്ത് മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവരും കേൾക്കും. ജീവിച്ചിരിക്കുന്നവരെയും കേൾപ്പിക്കുന്നത് അള്ളാഹുവാണ്, മരിച്ചവരെയും കേൾപ്പിക്കുന്നത് അള്ളാഹുവാണ്. അങ്ങനെ കേൾക്കുമോ കേൾക്കൂലേ? പറയുന്നു
മുസ്ലിം ഹദീസിൽ പറയുന്നു, ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിന്റെ ശബ്ദം തന്നെ കേൾക്കും. അതാണ് ഞാൻ ചോദിച്ചത്. ഇതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ മുജാഹിദുകൾ പറയുന്നത് പോലെയാണോ മരണം മനസ്സിലാക്കിയത്? റസൂലുള്ളാഹിയെ പോലെയാണോ? എനിക്കറിയത് നിങ്ങൾ മരണം മനസ്സിൽ മുജാഹിദിന് ഒന്നും അറിയില്ല. ചിന്തിക്കാനുള്ള മനസ്സില്ല. കണ്ടിട്ട് പക്ഷേ കാണാനുള്ള കണ്ണില്ല. ചിന്തിച്ച് മനസ്സിലാക്കുന്നത് കേൾക്ക് മനസ്സിലാക്കാനുള്ള കാണില്ല. അത് വെറും മൃഗങ്ങളെ പോലെയായി. അതേക്കാൾ കഴിച്ചുപോയി ഖുർആൻ ചിന്തിക്കാത്തവരെ പറ്റി പറഞ്ഞു. ആ ചിന്തിക്കാത്തവര് പഠിപ്പിച്ചതുപോലെ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്നാണോ നിങ്ങളുടെ ധാരണ? അല്ല, ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിമാരും ഏറ്റവും വലിയ വിവരമുള്ളവരുമായ മുഹമ്മദ് നബി പഠിപ്പിച്ചതുപോലെ മരണത്തിനെ മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. മരണത്തിന് ശേഷമുള്ള ചോദിക്കുമ്പോൾ മരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കല്ലോ. മരണം തന്നെ എന്താണെന്ന് മനസ്സിലാക്കും. ഇനി ഞാൻ പറയാം, മുജാഹിദിന്റെ വിചിന്തനത്തിന് പറയുന്നു ഇബ്നു അബ്ദുൽ വഹാബ്, അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ, അവർ രണ്ടാളും ഒരു സംഗതി പറഞ്ഞാൽ അത് ഖുർആന്റെ തുല്യാണ്. അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇബ്നു തൈമിയ്യയും ഒരു സംഗതി പറഞ്ഞാൽ പിന്നെ അതെന്താണ് ഖുർആനിന് തുല്യാണ്. ഇതൊക്കെ മുജാഹിദിന്റെ ആശയങ്ങളാണ്. മുസ്ലിം സമയത്തോട് ആശയിച്ചാണ് മുജാഹിദിന്റെ ആശയങ്ങൾ. അപ്പോ മുജാഹിദിന്റെ ഏറ്റവും വലിയ ഖുർആന്റെ കാര്യം, ഖുർആന് തുല്യമായ നേതാക്കന്മാർ ആരകത്തോടെ ഞാൻ വെറുതെ പറഞ്ഞാൽ കേട്ട 2005 ഫെബ്രുവരി 25 വിചിന്തനം. അതിൽ പറയുന്നത് ഇബ്നു തൈമിയ്യയുടെയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിചലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിചലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. അപ്പൊ ഇബ്നു തൈമിയ്യയുടെയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും ആശയം വിചലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിചലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ കലാമിന്റെ സ്ഥാനമാണ് എന്തിന് വിചാരിക്കുന്നത്? ഇബ്നു തൈമിയ്യയുടെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയം ഖുർആനിന് തുല്യമാണ്. അപ്പൊ ഈ ഖുർആനിന് തുല്യമായ ഖുർആനിന്റെ കിതാബല്ലോ, ഖുർആനിന് തുല്യമാണെന്ന് പറയുന്ന മുജാഹിദിന്റെ നേതാവായ ഇബ്നു തൈമിയ്യ അദ്ദേഹം വ്യക്തമായി പറയുന്നു, ഇദാ ഇന്നൽ മയ്യിത ലയസ്മഉ, മരിച്ചവർ കേൾക്കും, സംശയമില്ല. അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയുന്നു, ഫതാവ ഇബ്നു തൈമിയ്യയുടെ ഫതാവ അതിൽ പറയുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ഇബ്നു അബ്ദുൽ വഹാബ് ഉണ്ടല്ലോ, അയാൾ പറഞ്ഞാൽ പിന്നെ ഖുർആന്റെ തുല്യാണല്ലോ ഇബ്നു തൈമിയ്യ പറഞ്ഞ പോലെ. അദ്ദേഹം പറയുന്നു മരിച്ചാൽ കേൾക്കൂന്ന് മാത്രമല്ല, മരിച്ചു പോകുമ്പോ ഒരു കവന്തുണി കൊടുത്താൽ നേരത്തെ മരിച്ചവർക്ക് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കും. നമ്മളിപ്പോ ഒരു കവന്തുണി ഉപ്പാക്ക് കൊടുത്തേക്കണോ വിചാരിച്ചു വൈകുന്നേരം കൊടുത്തേക്കില്ല തുണി മക്കൾക്കൊക്കെ, അതുപോലെ മക്കൾക്കൊക്കെ കൊടുത്തേക്കുമ്പോൾ കൊടുത്തേക്കുകയാണെങ്കിൽ അത് മരിച്ചാലും കൊണ്ടക്കൊടുക്കുന്നവര് ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് പറയുന്നു. ഇതേതാ കിതാബ്? കിതാബ് തദല്ലിൽ മൗത്ത്, തരീഖ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. അതുകൂടി ഇവൻ അനുസരിച്ചതാണ്. ഇത് മുജാഹിദുകൾ സൗദിയിൽ പുറത്തിറക്കുന്ന മുജാഹിദിന്റെ പുരോഗം ജനിച്ച നാടായ റിയാദിൽ നിന്ന് തന്നെ സഹിഹായ നിരക്ക് പുറത്തിറക്കുന്ന മുമ്പ് സ്വന്തം കൈകൊണ്ട് എഴുതിയിട്ടുള്ള കിതാബാണ് ഈ കിതാബ്. തമന്നിൽ മൗത്ത് എന്ന ഗ്രന്ഥത്തിൽ ഈ ഇബ്നു അബ്ദുൽ വഹാബ് തന്നെ എഴുതി രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാണാം. ഒന്നും രണ്ടൊന്നല്ല, 100 എഴുതി ഞാൻ ഒറ്റ ഒന്ന് ഉദാഹരണത്തിൽ വായിക്കാം. ഒരു കുഴപ്പവും ഇല്ലാത്ത പരമ്പര മുഖേന ഇബ്നു അബി ദുനിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സനദിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ ഖുർആൻ തുല്യാണോ? എന്താണ് റാഷിദ് ബിൻ സഅദിൽ നിന്ന് റിപ്പോർട്ട്. അന്ന
ഒരാളെ ഭാര്യ മരിച്ചുപോയി, ഉറക്കിൽ കുറെ പെണ്ണുങ്ങളെ ഇയാൾ സ്വപ്നങ്ങൾ വരമ്യമാകുന്ന ആ സ്ത്രീകളെ കൂടെ സ്വന്തം ഭാര്യനെ ഈ ഭർത്താവ് കണ്ടില്ല. അപ്പോ ഇയാൾ ചോദിച്ചു, എന്റെ ഭാര്യ എവിടെ? അപ്പൊ ആ സ്ത്രീകൾ പറഞ്ഞു, ഇന്നക്കും കഫത്തും ഈ കവരിഹ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്ക് കഫത്തുണി എടുക്കുമ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ശരിക്കും കവത്തുണിയുള്ള ഞങ്ങളെ കൂടെ പുറത്തു വരാൻ അവൾക്ക് ലക്ഷ്യമാണ്. അതുകൊണ്ട് അവൾ പുറത്തു വരാൻ നിങ്ങൾ കാണാത്തത് കവത്തുണി കൊണ്ട പോലെ കൊടുക്കാനാണ്. അങ്ങനെ ഇയാൾ റസൂലുള്ളാഹിക്ക് ചെന്ന് നബിയോട് വിവരം പറഞ്ഞു. ആലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആ കേട്ടത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വല്ല പറ്റുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചാണ്. അപ്പൊ അൻസാരികളിൽപ്പെട്ട ഒരാൾക്ക് വഫാത്ത് ഹാജരായിട്ടുണ്ടായിരുന്നു. മരിക്കാനായിട്ടുള്ള അൻസാരിപ്പെട്ട ഒരാള് അയാളുടെ അടുത്ത് ഇയാൾ പോയി. ഇയാളോട് വിവരം പഠിക്കണം, എന്റെ ഭാര്യ പുറത്തു വെച്ചില്ല, കവത്തുണി വയ്യാത്തോണ്ടിരുന്നത്. അൻസാരിയും അപ്പൊ അൻസാരി പറഞ്ഞു, ഇങ്ങാനും മൗതാബല്ല, മരിച്ചവർ ശ്രദ്ധിച്ചു നമ്മുടെ വകുപ്പുണ്ടെങ്കിൽ ഞാൻ എത്തിച്ചു കൊടുക്കാൻ എന്റെ അടുത്ത് തന്നായിരുന്നു. എന്റെ അടുത്ത് തുണി തന്നാലേ കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ എത്തിച്ചു കൊടുത്തോളാണ്. അൻസാരി അങ്ങനെ അൻസാരി വെച്ചു. പജാബി ചൊവ്വയിലും മുസമ്മദയിലും സാഫറായി. അപ്പൊ കുങ്കുമം കൊണ്ട് കുറച്ച് അലക്കാരം കൊണ്ട് ഒരു 2 തുണിയും കൊണ്ട് ഇയാള് ഈ ഭാര്യ കാണാത്ത ഇയാള് തുണിയും കൊണ്ട് മരിച്ച വീട്ടിന്റെ കയറുവാൻ പജാലമാഫി കപ്പലിൽ അൻസാരി. അൻസാരി അയാളെ കഫത്തുണിന്റെ ഉള്ളിൽ അങ്ങ് കൊടുക്കാനുള്ള 2 തുണിയും കൂടി ഇയാളെ വെച്ചു കൊടുത്തു. പലപ്പോഴക്കാലം ചെയ്തു. അങ്ങനെ അന്ന് രാത്രിയായപ്പോ സ്ത്രീകളെ 2ാമതും ഇയാൾ സ്വന്തം കണ്ടു. ഒപ്പം ഭാര്യയുടെ കൂടെ ഭാര്യത്തോവാരി നമ്പറാനി ആ മഞ്ഞത്തുണി 2 ഈ ഭാര്യ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടു. ഇത് കാന്തപുരം എഴുതിയ ബുക്കല്ലേ, ഇത് ഈശ്വരൻ എഴുതിയതല്ലേ. ഇത് എഴുതിയതായി മുജാഹിദിന്റെ പ്രഭാവ കേന്ദ്രം എന്ന് മുജാഹിദ് പ്രത്യേകിക്കുന്ന ബുക്കിൽ പഠിപ്പിച്ച ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹത്തെ പറ്റിയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ എഴുതിയത്. അയാളുടെ ആശയം ഖുർആനിലാണ്. ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ സ്വന്തം കിതാബിനങ്ങ് മരിച്ചിട്ട് പോകുമ്പോൾ കഫത്തുണി കൊടുത്താൽ ആ കഫത്തുണി വരെ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടക്കൊടുക്കാൻ സാധിക്കും. കൊണ്ടക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ കാലത്ത്. എന്ന് ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബിനാണ് എഴുതിയത്. ഇതിനെ സംബന്ധിച്ച് എന്റെ സുഹൃത്ത് പറയുന്നു, ഇത് ഖുർആന്റെ തുല്യാണെന്നാണ് മുജാഹിദിന്റെ വിചാരത്തിൽ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് എന്റെ സുഹൃത്ത് മനസ്സിലാക്കുന്നു. ഞാൻ അതിനെ സംബന്ധിച്ച് ചോദിക്കാനല്ലോ, എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുമെങ്കിൽ പറയുക, അതേ ഉള്ളൂ. മുജാഹിദിന്റെ പുസ്തകത്തിൽ എന്തുകൊണ്ട് എന്ന് എനിക്ക് ചോദ്യമില്ല. നിങ്ങൾ മുജാഹിദാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ പറഞ്ഞാൽ മതി. അതന്വേഷിക്കാനാണോ നിങ്ങൾ വന്നത്? അതെ 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 നിങ്ങൾക്ക് അല്ലെ പിന്നെ ഞാനിത് വായിക്കുന്നതിന് അർത്ഥം ഉണ്ടാവില്ല. നിങ്ങൾ യുക്തിവാദിയാണോ? ഞാൻ യുക്തിയോട് മറുപടി ചെയ്യും. നിങ്ങൾ കേൾക്കുന്ന ആളാണോ? അയാളെ വായിച്ചതിന് മറുപടി ചെയ്യും. നിങ്ങൾ നിരീശ്വരവാദിയാണോ? അതിനൊക്കെ മറുപടി പറയും. നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയാണോ? അതിനൊക്കെ മറുപടി പറയും. നിങ്ങൾ ഏത് കക്ഷിയാണോ കക്ഷിക്കനുസരിച്ച് മറുപടി പറയും. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അല്ലാതെ നിങ്ങൾ നിരീശ്വരവാദിയാണെങ്കിൽ ഞാൻ ഈ ആഴ്ച തോന്നിയിട്ടുണ്ടാ കാര്യം. നിങ്ങൾ മുജാഹിദാണോ? മുജാഹിദനുസരിച്ച് മറുപടി പറയും. കക്ഷി ഏതാണെന്ന് മനസ്സിലാണോ? അല്ലാതെ ഞാനിങ്ങനെ മറുപടി പറയും. എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞങ്ങളെ മൻസൂർ മൗലവി തെളിവ് പറയാം. നിങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾക്കത് മതി തെളിവില്ല. മൻസൂർ മൗലവി ഉണ്ടായാൽ നിങ്ങൾ ഏതാണോ കക്ഷി, കക്ഷിക്കനുസരിച്ചല്ലേ മറുപടി. ഇത് മുഖാമുഖാണ്. മുഖാമുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കക്ഷി ചോദിച്ചാലും മറുപടി. പക്ഷെ കക്ഷിക്ക് ഏത് തെളിവ് അംഗീകരിക്കുന്നവരാണ് നമ്മൾ അറിയണം. ഏത് തെളിവ് അംഗീകരിക്കുന്നവരാണ് അദ്ദേഹം എന്നറിയണം. നിങ്ങൾ മുജാഹിദാണോ? മുജാഹിദിനനുസരിച്ചുള്ള മറുപടി ഇപ്പം പറയും. നിങ്ങൾ മുജാഹിദ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അതിനനുസരിച്ച് മറുപടി പറയും. യുക്തിവാദിയാണോ? ഞാൻ യുക്തി കൊണ്ട് മറുപടി പറയും. നിരീശ്വരവാദിയാണോ? അതിനനുസരിച്ച് മറുപടി പറയും. ആകയാൽ ഇയാൾ നന്നാവുക എന്നത് അല്ലാഹുവിന്റെ അടുക്കലുള്ള കാര്യമാണ്. പക്ഷേ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയും, മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി വന്ന സുന്നികൾക്ക് വേണ്ടി പറയും. മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
മുജാഹിദ് മനസ്സിലാക്കുന്നത് പോലെ മനുഷ്യൻ നശിക്കുക എന്നല്ല. മനുഷ്യൻ നശിക്കുക എന്നല്ല. അദ്ദാറുൽ ആഖിറ ദഹിയൽ ഹയവാൻ. ഖുർആൻ പറയുന്നത് മരണശേഷമുള്ള വീട് അതാണ് യഥാർത്ഥ ജീവിതം. അതാണ് യഥാർത്ഥ ജീവിതം. ഏത് മനസ്സിലാകാത്തവരും മനസ്സിലാക്കുന്നതും ഏത് കേൾക്കാത്തവരും കേൾക്കുകയും ലോകമാണ്. അബൂജഹലും ഒക്കെ പറയുന്നു, ജീവിതകാലത്ത് ഞങ്ങൾക്ക് കേൾവിയില്ലായിരുന്നു, ജീവിതകാലത്ത് ഞങ്ങൾക്ക് ബുദ്ധിയില്ലായിരുന്നു. മരിച്ചപ്പോൾ ഞങ്ങൾക്ക് കേൾവിയുണ്ടായി, മരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിയുണ്ടായി. ജീവിതകാലത്ത് ഞങ്ങൾക്ക് കേൾക്കേണ്ടത് കേൾക്കാനുള്ള കേൾവിയുണ്ടായില്ല, കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കാനുള്ള കേൾവിയുണ്ടായില്ല. അതുകൊണ്ട് ആ പുസ്തകത്തെ സംബന്ധിച്ചും ആ പുസ്തകത്തിനെ സംബന്ധിച്ചുള്ള ഖുർആൻ ഖുർആൻ എങ്ങനെ പറയും? അവർക്ക് കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കാനുള്ള കാതില്ല, കാണേണ്ടത് കണ്ട് മനസ്സിലാക്കാനുള്ള കണ്ണില്ല, ചിന്തിക്കേണ്ടത് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അവർ കേൾവിയും കാഴ്ചയില്ലാത്തവരാണ്. അതേസമയത്ത് അതേ അബൂജഹലും വന്നു ആഖിറത്തിലെത്തുമ്പോൾ കേൾക്കേണ്ടത് കേൾക്കും, കാണേണ്ടത് കാണും, അറിയേണ്ടത് അറിയും. അവിടെ അവർക്ക് അതൊക്കെയും മനസ്സിലാക്കും. അപ്പൊ ജീവിതത്തിന് ശേഷമാണ് അബൂജഹൽ നർക്കം കേൾവി ഉണ്ടാകുന്നത്, അബൂജഹൽ നർക്കം ബുദ്ധി ഉണ്ടാകുന്നത്. ജീവിതകാലത്ത് അബൂജഹലിന് ബുദ്ധിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തെളിവ് പറഞ്ഞു കൊടുത്താലും അബൂജഹൽ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ കുളത്തിൽ കാണിച്ചു കൊടുത്താലും അംഗീകരിക്കുന്നില്ല. ഞാൻ അതല്ല ചോദിച്ചു പോകാനാണ് തോന്നിയത്. അത് അബൂജഹലിന്റെ സ്വഭാവമാണ്. അതേ സമയത്ത് ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ തെളിവ് പറഞ്ഞു കൊടുക്കുമ്പോ ശരിക്കും ബോധ്യപ്പെടും. പറയാ മരണം എന്ന് പറയുന്നത് ആത്മാവ് ശരീരത്തിൽ നിന്ന് തിരിയലാണ്. മരണം എന്ന് പറയുന്നത് ആത്മാവ് ശരീരത്തിൽ നിന്ന് തിരിയലാണ്. ശരീരത്തിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ആത്മാവിന് കേൾവിയും കാഴ്ചയും അറിവും ഉണ്ട്. ശരീരത്തിൽ കടന്നാലും ആത്മാവിന് കേൾവിയും കാഴ്ചയും ഉണ്ട്. ആത്മാവ് ശരീരത്തിൽ നിന്ന് തിരിഞ്ഞാലും ആത്മാവിന് കേൾവിയും കഴിവും അറിവും ഉണ്ട്. കേട്ടോളൂ, നിങ്ങൾ നോക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4000 കൊല്ലം മുമ്പ് നമ്മളെ വിളിച്ചു. അന്ന് ഞാനുണ്ടോ, നിങ്ങളുണ്ടോ? എത്ര ആളത് കേട്ടിട്ട് ഇപ്പൊ ഹജ്ജിന് പോയി? 4000 കൊല്ലം മുമ്പ് കേട്ടത് 45 വയസ്സുള്ള ഈ ശരീരമല്ല, മറിച്ച് 1000 വയസ്സുള്ള ആത്മാവാണ്. ആത്മാവ് ഇബ്രാഹിമിനെ വിളിക്കുമ്പോൾ ഇവിടെ ഉണ്ടായി. ആ ആത്മാവ് ഇബ്രാഹിമിനെ വിളിച്ച് കേട്ടു. അതാ ഇബ്രാഹിം നബി വിളിക്കുന്നു, ആത്മാവ് കേൾക്കുന്നു. അപ്പൊ ആത്മാവ് ശരീരത്തിലായിരുന്നു? അല്ല, ശരീരത്തിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ആത്മാവിന് കേൾവിയുണ്ട്. ആ ആത്മാവ് 4ാമത്തെ മാസത്തിലാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഛേദിക്കുന്നത്. 4ാമത്തെ മാസത്തിൽ ബോഡിയിൽ നിന്ന് നിഷേധിച്ചപ്പോൾ ഈ ശരീരത്തിന് ആത്മാവിന്റെ സഹായത്തോടെ കേൾവിയും കാഴ്ചയും ഒക്കെ ഉണ്ടായി. അതിന് ഉപകരണങ്ങളായി നമ്മളിപ്പോ ഈ മൈക്കിന്റെ ഉപകരണം ഉണ്ടാക്കുന്നത്. അതുപോലെ ചില ടർണറും അതുപോലെ ചില നാവും അങ്ങനെ പറയുന്ന സാധനങ്ങളും. ഈ ആത്മാവ് ശരീരത്തിന് പുറത്തിറങ്ങിയാൽ വണ്ടിയിൽ ഇറങ്ങിയ ഡ്രൈവറെ പോലെ. നിങ്ങൾ കാണല്ലേ, ബസ് സ്റ്റോപ്പിൽ നിർത്താച്ചിട്ട് തല്ലുണ്ടാക്കാൻ വേണ്ടി വന്ന് കുറച്ച് ആളുകൾ. അപ്പോ ഡ്രൈവർ എന്താ പറയുന്നത്? ഞാൻ ഇറങ്ങട്ടെ, തെറ്റ് കാണിക്കാനാണ്. വണ്ടിയിൽ ഇറങ്ങി വണ്ടി കൊണ്ട് കളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വണ്ടിയിൽ ഇറങ്ങിയാൽ സ്വന്തം വെക്കുമ്പോൾ തന്നെയാണ് വലിയതാണ്. ഇതുപോലെ ഈ ബോഡിയിൽ നിന്ന് ആത്മാവ് പുറത്തിറങ്ങുമ്പോ ആത്മാവിന് കൂടുതൽ സ്വാതന്ത്ര്യമാണ്, ആത്മാവിന് ശക്തി കൂടുകയാണ്. അതുകൊണ്ട് ആ കബറിന്റെ ഉള്ളിൽ നിന്നും കേൾക്കുന്ന സ്വഭാവം ഉണ്ടായത്. കാരണം അപ്പോൾ നേരത്തെയുള്ള നിരക്കല്ല, ആത്മാവുമായി സ്പെഷ്യൽ ബന്ധമാണ് ശരീരത്തിൽ, നേരത്തെയുള്ള ഭൗതിക ബന്ധം അല്ല. അപ്പൊ കേൾവി കൂടുക, കാഴ്ച കൂടുക. ഇതുകൊണ്ട് തന്നെ ഈ കാഴ്ചയും കേൾവിയും മരണശേഷം നമ്മൾ ആരും കുഞ്ഞുങ്ങളാരും വാസ്തവത്തിൽ മരിച്ചവരെ വിളിക്കുന്നില്ല. ശരിക്കും മനസ്സിലാക്കാൻ ചോദ്യം, ഞങ്ങൾ മരിച്ചവരെ വിളിക്കുന്നില്ല. ഞങ്ങൾ വിളിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആത്മാവിനെയാണ്. ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ വിളിക്കുന്നത് ഡെഡ് ബോഡിയെ അല്ല, ഞങ്ങൾ വിളിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആത്മാവിനെയാണ്. ഈ ജീവിച്ചിരിക്കുന്ന ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിയതുമാണ്. ഈ പുറത്തിറങ്ങിയ ആത്മാവിന് കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, അറിവുണ്ട്, ശക്തിയുണ്ട്. ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്. തെളിവ് ഖുർആനും ഹദീസുമാണ്. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന് പോകും. മിഅ്റാജിന് പോകുമ്പോൾ മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. മരിച്ചതിന് ശേഷം കഴിവില്ല മുജാഹിദ് പറയും, ഇത് മുഹമ്മദ് നബിയെ നിശ്ചയിക്കണം. മുഹമ്മദ് നബി ജനിക്കുന്നതിന്റെ 100 നൂറ്റാണ്ടുകൾക്ക് മുമ്പായ
മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. ഇനി നിങ്ങൾ നോക്കൂ, അവിടുന്ന് പോയി മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ അവിടെ അമ്പിയാക്കൾ വന്ന് നബിയോടുകൂടെ നിസ്കരിക്കുന്നു. ഖബറിലുള്ള നബിമാർക്ക് പുറത്തിറങ്ങി വരാൻ അല്ലാഹു കഴിവുണ്ട്. അവർ വന്ന് നബിയെ പിന്തുടർന്ന് നിസ്കരിക്കും. ഇമാം മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്യും. ശബാബ് വാരികയിലും അത് സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നിന്ന് അമ്പിയാക്കൾ നിസ്കരിച്ചു. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് ചെല്ലുമ്പോൾ ആദം നബി അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാം തുടങ്ങി അമ്പിയാക്കൾ ഓരോ ആകാശം. അവസാനം ആറാമത്തെ ആകാശത്തിൽ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അപ്പൊ നിങ്ങൾ നോക്കി, മരിച്ചാൽ ഒരു കഴിവില്ലേ? കഴിവില്ലെങ്കിൽ മൂസാ നബി എങ്ങനെ എഴുന്നേറ്റ് നിൽക്കും? മൂസാ നബി എങ്ങനെ നിസ്കരിക്കാൻ പള്ളിയുള്ളൂ? മരിച്ചതിന് ശേഷം മൂസാ നബി എങ്ങനെ ആകാശത്തിൽ? ഏത് പ്ലെയിനിലാണ് കയറിയത്? ഏത് റോക്കറ്റിലാണ് സഞ്ചരിച്ചത്? ആ മൂസാ നബി അലൈഹിസ്സലാം ആറാമത്തെ ആകാശത്തിൽ നിന്ന് ഏഴാമത്തെ ആകാശത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ കണ്ടിൽ പിന്നെയും അവർ നിശ്ചയിച്ച സ്ഥലങ്ങളിലൊക്കെ പോയി. മടങ്ങി വരുമ്പോ 50 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. ആ 50 നേരത്തെ നിസ്കാരം കൊണ്ട് വരുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ സംബന്ധിച്ചൊന്നും ചർച്ച ചെയ്ത് കാണുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി പോയത്. അതല്ലേ ഖബർ തിരക്കിൽ മൂസാ നബിന്റെ ഖബർ ചെന്നപ്പോ മൂസാ നബി നിസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് വന്നു. അപ്പൊ മൂസാ നബിക്ക് നിർബന്ധമുണ്ട് ഈ മടക്കയാത്രയിൽ മുഹമ്മദ് നബിയെ നല്ല വിജയത്തോടെ ലാഭത്തോടെ വിട്ടേക്കണം. എന്റെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടുള്ള യാത്രയാണല്ലോ, അതുകൊണ്ട് നല്ല ലാഭത്തോടെ വിട്ടേക്കണം. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാം വിജയത്തിൽ ഇടപെടുന്നു. ആ ആകാശത്തിൽ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, 50 നേരത്തെ നിസ്കാരത്തെ ഉമ്മത്തിന് കഴിയില്ല, ചുരുക്കിത്തരാൻ പറയുന്നു. മരിച്ചാറ്റിന്റെ കഴിച്ചില്ല പോലും, കേൾപ്പിച്ചില്ല പോലും, കഴിച്ചില്ല പോലും, മരിച്ചാറ്റിന്റെ കഴിച്ചില്ലാതെ സംസാരിച്ചില്ലേ? മുഹമ്മദ് നബി പറഞ്ഞതാണോ മുസ്ലിമിനോട്? മൂസാ നബിയോട് സംസാരിച്ചത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളം പറഞ്ഞതാണ്. ബുഖാരിയിലും മുസ്ലിമിലും പച്ചക്കള്ളം എഴുതി വെച്ചതാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരാൾ മുസ്ലിമാണോ? മുജാഹിദാബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്തു പോകുകയല്ലേ? അപ്പൊ നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചതോ? അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് തിരിച്ചു പോകും. 9 പ്രാവശ്യം മൂസാ നബി ചെയ്തനുസരിച്ച് 9 പ്രാവശ്യത്തിൽ 5 നേരത്തെ സംസ്കാരം ചുരുക്കി 5 നേരത്തെ സംസ്കാരമായി അല്ലാഹുവിന്റെ റസൂൽ മടക്കി വരും. ആ 5 നേരത്തെ സംസ്കാരമാണ് ഇന്നും മുജാഹിദും നിശ്ചയിച്ചത്. അപ്പോ മരണത്തിന് ശേഷം കഴിവില്ല, കേൾവിയില്ല, കാഴ്ചയില്ല എന്ന് പറയുന്ന മുജാഹിദ് 50 നേരം നിസ്കരിക്കണം. കാരണം ഇത് മരിച്ച പ്രധാന വലിയ സഹായം അത് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുകയും കേൾക്കുകയും പറയുകയും സഹായിക്കുകയും ചെയ്തതായി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതിന് പുറമെ ഖുർആൻ എഴുതി വെക്കുന്നു. ഖുർആൻ മുസ്ലിമാവോ? ഖുർആൻ പറയുന്നു, വലഖദ് ആതൈനാ മൂസൽ കിതാബ, മൂസാ നബിക്ക് നമ്മൾ കിതാബ് കൊടുത്ത് ബഹുമാനിക്കുന്നുണ്ട് നബിയെ. فلا تكن في مرية من لقائه ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه. ആ മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കരുത്. മരിച്ചവരെ കണ്ടുമുട്ടുമോ? മരിച്ചവരുമായി സമ്പർക്കം പുലർത്തുമോ? സമ്പർക്കം പുലർത്തും, സംസാരിക്കും, നിർദ്ദേശം കിട്ടും, സഹായം ലഭിക്കും. ഖുർആൻ പഠിപ്പിക്കുന്നു, അതിൽ സംശയിക്കരുത്. ഒരിക്കലും മുജാഹിദാകരുത്, സംശയിക്കരുത്. ഖുർആൻ പറഞ്ഞു അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം മരിച്ച ആളല്ലേ? അപ്പൊ മരിച്ചുപോയതിന് ശേഷം ആത്മാവിന് ശക്തിയില്ല. ഇതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള അമ്പിയാക്കളോട് അവരുടെ മരണത്തിന് ശേഷം തന്നെയാണ് ചോദിക്കാൻ അല്ലാഹു തആല പറഞ്ഞത്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, മുർസലീങ്ങളായി നമ്മൾ പറഞ്ഞേച്ച പ്രവാചകന്മാരോട് ചോദിക്കൂ നബിയേ. മുഹമ്മദ് നബിക്ക് ശേഷം ഒരു റസൂലും വരില്ലാത്തുറപ്പല്ലേ? മുഹമ്മദ് നബിയുടെ കാലത്തൊരു റസൂലും ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല എന്നുറപ്പല്ലേ? എന്നിട്ട് അന്ന് പറയുന്ന മുർസലീങ്ങളോട് ചോദിക്കണം. ഏത് മുർസലീങ്ങളോട് ചോദിക്കാനാണ് ഖുർആൻ പറഞ്ഞത്? ഈ മരണപ്പെട്ടു പോയ മുർസലീങ്ങളോട് ചോദിക്കാനാ പറഞ്ഞത്. അപ്പൊ മരണപ്പെട്ടു പോയ മുർസലീങ്ങളോട് എന്ന് പറഞ്ഞാൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോയ മുർസലീങ്ങളോട് ചോദിക്കാൻ ഖുർആൻ പറയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കുന്നില്ല, അള്ളാഹ് കൽപ്പിച്ച വകയിൽ ചോദിക്കുന്നു എന്ന നിലക്ക് അവരോട് ചോദിച്ചു എന്ന് ഇമാം ഖുർതുബി തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മരിച്ചുപോയ മുർസലീങ്ങളോട് ചോദിക്കുന്നു. അവർക്ക് അവർ മറുപടിയും പറയുന്നതായി ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് മരണത്തിന് മുമ്പ് ശേഷം എന്ന വ്യത്യാസം ഇല്ല. മരണത്തിന് മുമ്പുള്ളതുപോലെ തന്നെയാണ് മരണത്തിന് ശേഷവും. അല്ലാതെ
തെളിവില്ല, ഖിയാസിൽ തെളിവില്ല, അത് യുക്തിവാദികളുടെ ആശയം മുജാഹിദ് കടമെടുത്തതാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ തന്ത്രപരമായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ്വ ആളുകളെ വ്യക്തികളാക്കി മാറ്റുന്ന നിലയ്ക്കാണ് മുസ്ലിയാരുടെ മറുപടി. കാരണം മൂസാ നബി അലൈഹിസ്സലാമയുടെ സംഭവം അത് വെറും ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നമായ ഒരു വിഷയം കൊണ്ട് ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായി സമർപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അതിനുശേഷം വസ്സൽ മൻ അർസൽനാ കബലിക എന്നൊരു ആയത്ത് ഓതിക്കൊണ്ട് സമർപ്പിക്കാൻ നോക്കി. സർവ്വ മുഫസ്സിറുകളും വിശദീകരിച്ചിട്ടുള്ളത് വസ്സൽ ഖൗമ മൻ അർസൽനാ എന്നാണ്. അതായത് മുൻകാല കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സമുദായത്തോട് ചോദിച്ചു നോക്കുക, അവരാരെങ്കിലും തൗഹീദിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? അവരാരെങ്കിലും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരുടെ ആ സമുദായത്തോടും അന്ന് ഉണ്ടായിരുന്നതായ വേദഗ്രന്ഥങ്ങളും പരതി നോക്കുക എന്നാണ് സർവ്വ മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴും എന്റെ ചോദ്യം അവശേഷിച്ച് കിടക്കുന്നു. മഹാന്മാരെ, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഖുർആനിൽ നിന്ന് ഇതുവരെ ഒരു ആയത്തും ദലീലായിട്ട് ഓതിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇയാൾ മുജാഹിദ് അല്ല, നിരീശ്വരവാദിയാണ്. കാരണം മുജാഹിദുകൾ ഒരിക്കലും പറയുന്നില്ല ഇസ്രാ മിറാജ് അത് സ്വപ്നമാണ്. അവരുടെ എല്ലാ പുസ്തകത്തിലും അവർ പറയുന്നത് ശരീരത്തോടു കൂടിയാണെന്നാണ്. നിങ്ങൾ പറയുന്നത് സ്വപ്നാണെന്നല്ലേ? അങ്ങനെയാണ് സ്വഹാബത്തും പലരും പഠിപ്പിച്ചിട്ടുള്ളത്, ആയിഷ ബീവിയും പഠിപ്പിച്ചിട്ടുള്ളത്. ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആയിഷ ബീവിയുടെ റസൂലുള്ള കല്യാണം കഴിച്ച എത്രാമത്തെ കൊല്ലത്തിലാണ്? ഹദീസിൽ അങ്ങനെ ഉണ്ടോ? നിന്റെ ചോദ്യം എത്ര വർഷത്തിലായിക്കോട്ടെ, ഹദീസിൽ അങ്ങനെ ഉണ്ടോ? മിറാജ് ആണ് എത്രാമത്തെ വർഷത്തിലാണ്? ഒന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു. എന്നോടല്ല ചോദിക്കാനുള്ള ചോദ്യം ഇവിടെ നമ്മോട്ടാണ്, മറുപടി മാത്രമാണ് അവിടെ നിന്ന് ആവശ്യമുള്ളത്. ആ സുഹൃത്തെ, ഇസ്രാ മിറാജ് കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ആയിഷ ബീവിന്റെ റസൂല കെട്ടുന്നത് അറിയോ? ആരാ വിദ്യായെന്ന് മനസ്സിലായോ? ഈ സ്ഥലത്ത് മുഴുവൻ വിദ്യായിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ വിദ്യായ ആരാണ്? നിങ്ങളെ പൗരന്മാര്, നിങ്ങളെ വിദ്യ എല്ലാവരും ചോദ്യോത്തരങ്ങൾ അവിടെ എത്തുള്ളൂ. അയാൾക്ക് എന്തും ചോദിക്കാൻ അവിടെ ഞാനിവിടെ നിങ്ങൾ ആരും ഇടപെട്ടാക്കില്ല. മറുപടി ഞാൻ അവർക്ക് പറയും ഇരുന്നോ? അതെ, അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അയാൾ മുജാഹിദാണ്. അയാൾ ജമാഅത്തിലാണ് തെറ്റിദ്ധരിക്കുന്നത്. അയാൾ ചോദിക്കുന്നത് മുജാഹിദിൽ പറയുന്ന വാദങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അയാൾ മുജാഹിദാണ്, നമുക്ക് വിശ്വസിക്കാൻ പാടില്ല, നമുക്ക് അയാൾ മനസ്സിൽ അറിയാൻ പറ്റും. അപ്പോ ഇരുന്നോ ഇരുന്നോ. അപ്പൊ അദ്ദേഹം പറയുന്നത് മുജാഹിദിന്റെ ആളുകൾ പറയുന്ന അതേ വാക്ക് അദ്ദേഹം ഉദ്ധരിക്കുന്നതാകണം. അതുകൊണ്ട് നിങ്ങൾ ആരും അതിന് പാർക്കൊണ്ടോന്നില്ല, എല്ലാവരും എടുത്തോ, എല്ലാവരും ഇരുന്നോ, ഒന്നും ആരും പറയാനില്ല. മറുപടി ഞാൻ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഒന്നാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരും ഉണ്ടല്ല, ഞാൻ നിങ്ങൾ വൾട്ടിയർമാരും ഉണ്ടല്ല, വൾട്ടിയർമാരും ഉണ്ടല്ല, ഞാൻ ഒറ്റയ്ക്ക്, ഞാനാ ഇവിടെ പോകാൻ അവിടെ മതി മതി മാഡം. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യയായി വന്നതിന് ശേഷമല്ലാതെ റസൂലുള്ള അന്യ സ്ത്രീകളെ കൂടെ കടന്നിട്ടില്ലല്ലോ, അന്യ സ്ത്രീകളെ മടിയിൽ നിന്നിട്ടില്ലല്ലോ. അപ്പൊ ആയിഷ ബീവി ഭാര്യയായി വരുന്നത് മൂസാ നബിയുടെ ഈ സംഭവം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ആയിഷ ബീവിയുടെ മടിയിൽ അതുണ്ടായിരുന്ന സ്വപ്നാണെന്ന് ആയിഷ ബീവി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി ഭാര്യയായി വരുന്നതിന് മുമ്പ് നടന്നൊരു സംഭവം എങ്ങനെ ആയിഷ ബീവി അതിൽ ഇടപെട്ടിട്ട് എന്റെ മടിയിലുണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ ആ പറഞ്ഞത് വേറെ സംഭവത്തെ കുറിച്ചാണ്, ഈ പറഞ്ഞ ഇസ്രാ മിറാജിനെ കുറിച്ചല്ല. ഇസ്രാ മിറാജ് നടന്നത് അത് ജീവനോടുകൂടെ തന്നെയാണ്. അതിന് മുസ്ലിമേക്ക് തർക്കം ഇല്ല. സ്വപ്നമാണ് എന്ന് പറയുന്നത് സ്വപ്നത്തിലും അല്ലാഹുവിന്റെ റസൂലിന് ആത്മീയമായ പല മിറാജുകളും നടന്നിട്ടുണ്ട്. അതിലേറെ വിഷയമാണ് നമ്മൾ ഇപ്പൊ പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് മസ്ജിദുൽ ഹറാമിൽ പോവുകയും അവിടുത്തെ മേൽഭാഗത്തേക്ക് ഒരു നിസ്കാരം നിർബന്ധമാക്കപ്പെടുകയും ചെയ്ത സംഭവമാണ്. അത് കഴിഞ്ഞിട്ടാണ് ആയിഷ ബീവിയെ അല്ലാഹുവിന്റെ റസൂല് വിവാഹം കഴിച്ച് ഒന്നായി അവർ ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത് ശരിയല്ല. പിന്നെ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നത്
സദസ് ശരിക്ക് കേട്ടതാണ്, എല്ലാവർക്കും മനസ്സിലായതാണ്. മരണത്തിന് ശേഷം ആത്മാവിനോട് ചോദിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആത്മാവിനോടാണ് ചോദിക്കുന്നത്. ആ ജീവിച്ചിരിക്കുന്ന ആത്മാവിനോട് അവർ മരിച്ചൂന്ന് ഞങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയില്ല. ആത്മാവ് മരിച്ചിട്ടില്ല. മരിക്കാത്തവർക്ക് മരിക്കുന്ന റിപ്പോർട്ട് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു. ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ആത്മാവിനോട് ചോദിക്കില്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ആ ചോദിച്ചത് ആരോടാണ്? മുഫസ്സിരീങ്ങൾ, സർവ്വ മുഫസ്സിരീങ്ങൾ പറഞ്ഞിരിക്കുന്നു അതവരുടെ സമുദായത്തോടാണെന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞത്. ഒരു ചോദ്യകർത്താവിനെ തെറ്റിദ്ധരിക്കണ്ട. അയാൾ ആദ്യം നമുക്കറിയില്ല, നമ്മളയാളെ മനസ്സിൽ നോക്കേണ്ട ആവശ്യവും നമുക്കില്ല. ഞാനിത് ഒരു മുജാഹിദിന്റെ ചോദ്യത്തിന്റെ ശൈലിയിൽ ചോദിക്കുന്നതുകൊണ്ട് മുജാഹിദിന്റെ പറയുന്ന ശൈലിയിൽ മറുപടിയും പറയാൻ അങ്ങനെയാണല്ലോ. മുജാഹിദിന്റെ പേര് ഇസ്ലാമിലേക്ക് മനുഷ്യന് കൊണ്ടു വന്നപ്പോ പശുവിനാർത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് തിന്നോളിക്കാൻ. മനുഷ്യരാ വന്നതെങ്കിലും അത് വന്ന മറ്റക്കുളത്തിലാണ്. അപ്പൊ തൽക്കാലം നിർത്തി. അങ്ങനെയാണോ നമുക്ക് അമ്പിയാക്കൾ പഠിപ്പിച്ചത്? അമ്പിയാക്കൾ അത്രക്കാക്ക യാചികൾ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ശൈലിയിലാണ് അങ്ങോട്ട് പ്രതികരിക്കുക. അതുകൊണ്ട് പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ സർവ്വ മുസ്ലിങ്ങളും അങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലോ. എന്നാൽ വാസ്തവത്തിൽ അത് പച്ചക്കള്ളമാണ്. സർവ്വ മുസ്ലിങ്ങളും പറഞ്ഞത് സമുദായങ്ങളോട് ചോദിക്കാനാണ് പറഞ്ഞത് പച്ചക്കള്ളമാണ്. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും അവിടെ പറയുന്നത് മുർസലീങ്ങളോട് ചോദിക്കാൻ പറഞ്ഞുകൊണ്ട തഫ്സീറാണ്. അത് സമുദായങ്ങൾക്കും ബാധകമായതുകൊണ്ട് സമുദായങ്ങളോട് ചോദിക്കാൻ പറഞ്ഞിരുന്ന തഫ്സീറും ഉണ്ട് എന്നല്ലാതെ മുർസലീങ്ങളോടല്ല എന്ന് ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയാൻ സാധിക്കും? നിങ്ങൾ നോക്കൂ, ഉമർ മൗലവിന്റെ പരിഭാഷയിൽ ഈ ആയത്തിന് അർത്ഥം പറയും. നിനക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ള ദൂതന്മാരോട് ചോദിക്കുക. ഉമർ മൗലവിന്റെ പരിഭാഷയിൽ അർത്ഥം പറഞ്ഞത് എന്ത്? നിനക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ള ദൂതന്മാരോട് ചോദിക്കുക. ഈ ദൂതൻ പറഞ്ഞാൽ എന്റെ അറിഞ്ഞില്ല. റസൂൽ ദൂതനെ പറഞ്ഞേച്ച റസൂൽ. അപ്പൊ ഉമർ മൗലവിന്റെ അർത്ഥം പറഞ്ഞാൽ ദൂതന്മാരോട് ചോദിക്കുക. ഖുർആൻ പരിഭാഷ ഉമർ മൗലവി പേജ് 490. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ വെറുതെ പറയണു. ഇനിയും നിങ്ങൾക്ക് കാണാം മുജാഹിദിന്റെ മറ്റു പരിഭാഷ. നിന്റെ മുമ്പ് നമ്മുടെ റസൂലുകളായി നാം അയച്ചിട്ടുള്ളവരോട് ചോദിച്ചു നോക്കുക. മഹാനി മൗലവിയുടെ പരിഭാഷ 2971 പേജ് വാല്യം 4. മുജാഹിദിന്റെ പരിഭാഷകളിൽ തന്നെ വ്യക്തമായി ദൂതന്മാരോട് റസൂലായി പറഞ്ഞവരോട് എന്ന് പറയും. ഇത് തന്നെ മൗദൂദിന്റെ പരിഭാഷയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ മൗദൂദിയും പറയുന്നു, താങ്കൾക്ക് മുമ്പ് നാം ഏതെല്ലാം ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ടോ അവരോടൊക്കെയും ചോദിച്ചു നോക്കുക. അപ്പൊ മുജാഹിദിനും തർക്കല്ല, ജമാഅത്ത് ഇസ്ലാമിക്കും തർക്കല്ല. ഇത് മുസ്ലിങ്ങളോട് ചോദിക്കാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ മറ്റ് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും അങ്ങനെയാണ്. സർവ്വ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞത് ചോദ്യകർത്താവ് പറഞ്ഞത് പച്ചക്കള്ളവും. അത് മുജാഹിദിന്റെ പരിഭാഷയിൽ തന്നെ പറഞ്ഞതിനെതിരും ജമാഅത്ത് ഇസ്ലാമിയുടെ പരിഭാഷയിൽ പറഞ്ഞതിനെതിരുമാണ്. അപ്പോൾ പിന്നെ ഇയാൾ പറയുന്നത് ശരിയല്ലാത്തൊരു കാര്യം 1000 പ്രാവശ്യം ആവർത്തിച്ചാലും ശരിയാവില്ല. ശരിയായ ഒരു കാര്യം തെറ്റാണെന്ന് 10,000 പ്രാവശ്യം പറഞ്ഞാലും തെറ്റാവില്ല. ശരിയെന്നും ശരി തന്നെ, തെറ്റെന്നും തെറ്റ് തന്നെ. ഇതിലാണ് തത്വം. എന്നാൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയ സഹാബത്തുമാരാരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം നബിയുടെ ഖബറിന്റെ സമീപത്ത് പോയിട്ട് ആരെങ്കിലും ഇസ്തിഗ്ഫാർ നടത്തിയതിന് വ്യക്തമായ രേഖകൾ നിങ്ങൾക്ക് നിരത്താൻ സാധിക്കുമോ? ഇപ്പൊ ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇനി ഒരു സഹാബി ചെയ്തത് കഴിയാണ്. സഹാബി ചെയ്തത് ശരിയാണ്. അൽഹംദുലില്ലാഹ്, നല്ല വഴിക്കാണ് വന്നത്. അങ്ങനെയാണ് വഴിക്ക് വരേണ്ടത്. നല്ല വഴിക്കാണ് വന്നത്. നമുക്ക് നോക്കാം. ഇബ്നു തൈമിയ്യ, അയാൾ വന്നാൽ പിന്നെ ഖുർആന്റെ തുല്യാണല്ലോ. പിന്നെ നമ്മളെ തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പിന്നെ അതിനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പറയാം, وكذلك أيضا ما يروى أن رجلا جاء إلى قبر النبي صلى الله عليه وسلم فشكا إليه الجذب عن الرمادة فرآه وهو يأمره أن يسيع عمره
فيأمره أن يخرج فيستفتي بالناس فإن هذا ليس من هذا الباب ومثل هذا يقع كثيرا لمن هو دون النبي صلى الله عليه وسلم وعائد من هذا الوقائع كثيرا وكذلك سؤال بعضهم للنبي صلى الله عليه وسلم أو لغيره من أمته حاجته فتقضى له فإن هذا قد وقع كثيرا. ഇബ്നു തൈമിയ പറയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിച്ചു, ക്ഷാമം കൊണ്ട് ആവലാതി വന്നിട്ട്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ഉമറുൽ ഖത്താബിനെ പോയി കണ്ട് ജനങ്ങളെയും കൂട്ടി മഴയെ തേടാൻ വേണ്ടി കൽപ്പിക്കുന്നതായി അദ്ദേഹം റസൂലുള്ളാഹിനെ കണ്ടു. അങ്ങനെ അദ്ദേഹം ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയി കാര്യം പറഞ്ഞു. ഈ കാര്യം സമ്മതിച്ചിട്ടുള്ളത് തന്നെയാണ്, ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. ഇബ്നു തൈമിയ പറയാൻ അത് സംഭവം നടന്നിട്ടുള്ളത് തന്നെയാണ്. നബിക്ക് മാത്രമല്ല, നബിയുടെ താഴെയുള്ള അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ ഇങ്ങനെ ധാരാളം സംഭവിക്കാറുണ്ട്. ധാരാളം ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. നബിയുടെ സഹനബികളിൽ ചിലർ നബിയോട് തന്നെ ചോദിച്ചതും അങ്ങനെ തന്നെയാണ്. നബി അല്ലാത്തവരോട് ചോദിച്ചിട്ടുണ്ട്. നബിയുടെ ഉമ്മത്തുകളിൽ ചെല്ലാൻ അവരാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യം പൂർത്തീകരിച്ച് വീടിയിട്ടുമുണ്ട്. ധാരാളം സംഭവിച്ച സംഗതി തന്നെയാണ്. ഇതിങ്ങനെ ഇബ്നു തൈമിയ പറഞ്ഞിട്ട് അവസാനം അയാൾ പറയാണ്, ഇങ്ങനെ ഈ ചോദിക്കുന്നവർക്കൊക്കെ മുഹമ്മദ് നബി അവർക്ക് സഹായം ചെയ്യാനുള്ള കാരണം എന്താണ്? അതിന് ഇബ്നു തൈമിയ പറയുന്നത് അങ്ങനെ ചോദിച്ചാൽ ചെയ്യാനുള്ള കാരണം ഈ ചോദിക്കുന്നവർക്ക് പ്രത്യേകമായ ഒരു അവസ്ഥയുണ്ട്, നബിയെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ലൗലം യുജാബു, അവരുടെ കാരണം മുഹമ്മദ് നബി ഉത്തരം ചെയ്തിട്ടില്ലെങ്കിൽ ലസ്തറത ഈമാനുഹും, നബിയോട് ചോദിച്ചിട്ട് നബി ഉത്തരം തന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കി അവരെ ഈമാനിൽ കേടുവന്നു പോകും. അതുകൊണ്ടാണ് നബി അവർക്കെല്ലാം മരിക്കലെന്ന് ചോദിച്ചപ്പോൾ കൊടുത്തത്. അയാത്തിക്കാനോ കഥാലിക്കാം. നബി ഒമാതാവിന് മുമ്പെന്തെങ്കിലും ചോദിച്ചിട്ട് റസൂൽ കൊടുത്തില്ലെങ്കിൽ നബി തന്നില്ലല്ലോ, നേതാവ് തന്നില്ലല്ലോ എന്നുള്ള മനസ്സുവേദന ഉണ്ടാകുന്നത് പോലെ മരണത്തിന് ശേഷവും നബിയോട് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മനോവേദന ഉണ്ടാവും, ഈമാൻ തെറ്റിപ്പോവും. അത് വേണ്ടാതെ ഈമാൻ തെറ്റാതെ വിചാരിച്ചിട്ടാ റസൂൽ കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ പറയാണ്, അവരെ കൂട്ടത്തിലുണ്ട് നബിയിൽ നിന്ന് മറുപടി കിട്ടിയെന്ന് മാത്രമല്ല, മദീനയിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് ദീനീ പ്രചരണം നടത്തണം എന്ന ഓർഡർ വരെ കിട്ടിയ ഒരു സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ സംഭവിച്ചാൽ കറാമത്തന്റെ സാഹിബിൽ കബരി, അതൊക്കെ കബറിലുള്ള വ്യക്തിയുടെ കറാമത്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഇബ്നു തൈമിയ തന്നെ ഇഖ്തിലാഉൽ മുസ്തഖീം എന്ന ഈ ഗ്രന്ഥത്തിന്റെ ഈ 373-74 പേജിൽ രേഖപ്പെടുത്തുന്നു. ഈ ഇബ്നു തൈമിയ പറഞ്ഞാൽ അയാളുടെ ആശയം ഖുർആന്റെ തുല്യമാണെന്നാണ് മുജാഹിദിന്റെ പത്രമായ വിശിഷ്ടത്തിൽ പറഞ്ഞത്. ഇനി പറയുന്നത് പറ്റുന്ന ആവശ്യമില്ലല്ലോ, ഖുർആന്റെ തുല്യമായ പറഞ്ഞല്ലോ, സമ്മതിച്ചല്ലോ. അപ്പൊ ശേഷവും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്നതിൽ ഖുർആന്റെ തുല്യമാണെന്ന് മുജാഹിദിന്റെ ഇബ്നു തൈമിയ നടക്കില്ല. അടുത്ത ഇനി അടുത്ത ചോദിക്കാവുന്ന അവസരം അടുത്തത് പിന്നീട് ചോദിക്കാം. അവരെങ്കിലും അവർക്ക് ചിലർക്ക് പ്രകോപിക്കട്ടെ, ചോദിക്കാൻ സമയം തന്നില്ല, അതുകൊണ്ട് അതൊക്കെ കൊടുത്താൽ വീണ്ടും അദ്ദേഹത്തിന് ആ സുഹൃത്തിനെ ചോദിക്കാൻ അവസരമുണ്ട്. ഇപ്പോൾ അടുത്ത കാലം ചോദിച്ചോണ്ടിരിക്കും. ഇപ്പോ അടുത്ത് വെച്ച് കാണപ്പെടുന്ന ഈ മുസ്ലിങ്ങളുടെ ഈ തർക്കം ഏത് കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്, അതെന്ന് ഏത് സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് എന്നൊന്ന് വിശദീകരിക്കണം. എന്തിനെല്ലാം തെളിവുണ്ടെങ്കിൽ അതിന് ഈ തർക്കം എപ്പോ തുടങ്ങിയതാണ് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇമാം സുബ്കി അതിന്റെ മറുപടി പറയും, നീ ഉറപ്പിക്കണം, ഏലം മറ്റൂല അയലം മറ്റൂല അയലാന്ന് ഉറപ്പിക്കണമെന്നില്ല ഇതർത്ഥം. അപ്പൊ അതുപോലെ നാം സുഖി വരെ ഇറങ്ങിപ്പോയത് ആഴം ഏലം നീ ഉറപ്പിക്കണം.
يجوز ويحسن التوسل والاستغاثة والتشفع بالنبي صلى الله عليه وسلم إلى ربه سبحانه وتعالى. മുഹമ്മദ് നബിയെ ഇടയാളനാക്കി പ്രാർത്ഥിക്കലും മുഹമ്മദ് നബിയോട് ശുപാർശ തേടലും മുഹമ്മദ് നബിയോട് സഹായം തേടലും അതെല്ലാം അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് നീ ഓർപ്പിക്കണം. അലിക അത് അനുവദനീയമാണെന്ന കാര്യം, അത് പുണ്യമാണെന്നുമുള്ള കാര്യം ഉമൂരിൽ മഹ്ലൂമത്തിൽ ഏത് മതവിശ്വാസിക്കും ഉറപ്പായ ഒരു സംഗതിയാണ്. അത് അമ്പിയാമുർസലീങ്ങളുടെ പ്രവൃത്തിയിൽ അറിയപ്പെട്ടതാണ്. സാലിഹീങ്ങളായ മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്നും അറിയപ്പെട്ടതാണ്. സർവ പണ്ഡിതന്മാരുടെ ചരിത്രത്തിലും ഉള്ളതാണ്. മുസ്ലിമീൻ സാധാരണക്കാരായ മുസ്ലിമീങ്ങളും ചെയ്തു വരുന്നതാണ്. അതിനെ ഒരാളും വിമർശിച്ചിട്ടില്ല. ഒരു മതക്കാരനും വിമർശിച്ചിട്ടില്ല. അതിനെതിരായി ഒരു ശബ്ദവും ഒരിക്കലും കേട്ടിട്ടില്ല. ഇബ്നു തൈമിയ്യ വരുന്നത് വരെ ഇസ്തിഹാദക്കും തവസ്സുലിനും എതിരായി ഒരു വാദവും ലോകത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. فتكلم في ذلك بكلام يلبس فيه على الضعفاء الأطهار. ബുദ്ധികളായ ബുദ്ധിയില്ലാത്തവരായ കുറെ ദുർബലരായ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന സംസാരം ഇബ്നു തൈമിയ്യ സംസാരിച്ചു തുടങ്ങി. അതിന് മുമ്പ് അങ്ങനെ ഒരു സംഭവമേ ഒരു വിമർശനമേ കേട്ടിട്ടില്ല. ലോകത്ത് ഒരു കാലത്തുമില്ലാത്തൊരു പുതിയ വാദം അദ്ദേഹം ഉന്നയിച്ച് അദ്ദേഹം ഒരു പുത്തൻവാദിയായി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നിനക്ക് മതി ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന് ഒരു പണ്ഡിതനും പറയാത്ത കാര്യമാണത്. അതുകൊണ്ട് മുസ്ലിംകൾക്കിടയിൽ അദ്ദേഹം ഒരു കളിപ്പാട്ടയായി പോയി, മുസ്ലിംകൾക്കിടയിൽ അദ്ദേഹം പരിഹാസത്തിനായി പോയി എന്നല്ലാതെ ഇസ്ലാമികൾക്കും സംഭവിച്ചിട്ടില്ല. പറയും ഈ ഇബ്നു തൈമിയ്യ എപ്പോഴാണ് ജനിച്ചത്? ഇബ്നു തൈമിയ്യ എപ്പോഴാണ് ജനിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പരിശുദ്ധ ഇസ്ലാം ലോകത്തിൽ മുഴുവനും പ്രചരിപ്പിക്കപ്പെട്ട് സഹാബികൾ ഒക്കെ കഴിഞ്ഞ് 4 പതിനൊന്നിന്റെ ഇമാമിങ്ങളും കഴിഞ്ഞ് 3 നൂറ്റാണ്ടും കഴിഞ്ഞ് 4 നൂറ്റാണ്ടും കഴിഞ്ഞ് 5 നൂറ്റാണ്ടും കഴിഞ്ഞ് 6 നൂറ്റാണ്ടും കഴിഞ്ഞ് അങ്ങനെയാ ചരിത്രത്തിലാവുകമെന്ന ഈ പുസ്തകം പറയുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് 661 ഭൂജാതനായ പ്രശസ്ത പണ്ഡിതരും ചിന്താമണ്ഡലത്തിൽ ഭയങ്കര കോളക്കം സൃഷ്ടിച്ച വിപ്ലവ നായകരുമായ ഇബ്നു തൈമിയ്യ ആണ്. ഈ വിപ്ലവ നായകനായ ഇബ്നു തൈമിയ്യ 661 വഫാത്തായിട്ട് 651 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ഇബ്നു തൈമിയ്യ റസൂലുള്ളാഹിയുടെ കാലത്തേക്ക് 700 കൊല്ലം കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ് ഈ പുതിയ വാദം. അതിനു മുമ്പ് ഇങ്ങനെ ഒരു വാദമേ ഉണ്ടായില്ല. ഇടിയോർക്കുന്നത് ചന്ദനക്കുടം നടത്തുന്നതും ആണ്ട് നേരം നടത്തുന്നതും ഇസ്ലാമികമാണോ? അതിനുള്ള ഉത്തരം തരണം. ഔലിയാക്കളുടെ ഖബർ, മുഅ്മിനീങ്ങളുടെ ഖബർ, നബിമാരുടെ ഖബർ, ആ ഖബർ സന്ദർശിക്കുന്നതും അതുപോലെ ആ ഖബറിനടുക്കൽ ചെന്ന് അവരെ വിളിക്കുന്നതും ഖബറിന്റെ അടുക്കൽ ഖുർആൻ ഓതുന്നതും ഖബറിന്റെ അടുക്കൽ ദിക്ർ ചൊല്ലുന്നതും സലാത്ത് ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും ഖബറിന്റെ അടുക്കൽ വാക്കത്തിന് വേണ്ടി ചന്ദനത്തിന്റെ ഗുണമോ അക്ഷരത്തിലും ഗുണമോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവോ വാക്കത്തിന് വേണ്ടി വെക്കുന്നതും അതെടുത്ത് ഭിത്തിയിൽ വാക്കത്തിന് ഉപയോഗിക്കുന്നതും ഔലിയാക്കളുടെ മക്ബറകളിൽ വെളിച്ചത്തിന് വേണ്ടിയോ അലങ്കാരത്തിന് വേണ്ടിയോ
വിളക്ക് കത്തിച്ചു വെക്കുന്നതും ഔലിയാക്കളുടെ മക്ബറകളിൽ അതുപോലുള്ള ഇസ്ലാം അനുവദിക്കുന്ന എന്തെങ്കിലും കാര്യം നടത്തുന്നതും അനുവദനീയമാണ്. അതിൽ തെറ്റൊന്നും ഇല്ല. നേരെ മറിച്ച് ചന്ദനക്കുടം നിർത്താം എന്നൊക്കെ പറഞ്ഞ് കബറിന്റെ അടുക്കൽ പോയി ഇസ്ലാം അനുവദിക്കാത്ത ഗാനമേളകൾ അല്ലെങ്കിൽ നാടകങ്ങൾ, നൃത്തങ്ങൾ, കുറെ ലക്ഷങ്ങൾ നശിപ്പിക്കുന്ന കഠിനവൃത്തിക്കലുകൾ, അതുപോലെ കുറെ നാടകങ്ങൾ, സ്ത്രീകളെ കൊണ്ടുവരൽ, സിനിമാകളെ കൊണ്ടുകൊണ്ട് പ്രസംഗിപ്പിക്കൽ, സിനിമാകളെ കൊണ്ടുവരൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല മതങ്ങളിലും പല കക്ഷികളും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കടുത്ത തെറ്റാകുന്നു, അളവ് കീഴാകുന്നു. അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും ഇടകരുന്നതും തൊടുന്നതും മൂലകൊണ്ടൊന്നുണ്ടാകുന്നതും അതും തെറ്റാകുന്നു. അതുപോലെ കബറിനടുക്കൽ ചെയ്യുന്ന ധാരാളം തെറ്റുകളുണ്ട്. ആ തെറ്റുകളെ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ശക്തിയായി എതിർക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും ഞാനും ചെയ്യുന്നു. അത്തരം പ്രവൃത്തികളൊക്കെ നിർത്തേണ്ടതാണ്. വല്ല കബറിന്റെ അടുക്കലും വിവരമില്ലാത്തവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തേണ്ടതാണ്. അതേസമയം കബറിന്റെ അടുക്കൽ ബർക്കത്തിന് വേണ്ടി പോകുന്നതും കബറിന്റെയിലുള്ള മഹാന്മാരെ കൊണ്ട് ബർക്കത്തെടുക്കുന്നതും അതിന് ഇസ്ലാം അനുവദിക്കുന്ന വഴികൾ സ്വീകരിക്കുന്നതും തെറ്റല്ല. ചന്ദനക്കുട എടുക്കുന്ന ഇത് ഏതെങ്കിലും ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലോണം ചെയ്യുകയായിട്ടുള്ള ഒരു തെളിവ് കാണിക്കുകയാണ്. അതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തതൊക്കെ തെറ്റാണ് എന്ന മുജാഹിദുകൾ പഠിപ്പിക്കുന്ന പുതിയ ആശയത്തിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. നബി ചെയ്യാത്തതൊക്കെ തെറ്റല്ല. അത് റാഫിലിയാക്കൾ എന്ന് പറഞ്ഞ മുമ്പ് ഒരു മുസൽമാനികൾ ഉണ്ടായി. അവരുടെ വാദമാണ് നബി ചെയ്യാത്തതൊക്കെ തെറ്റാണ് എന്നതാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്നായി 2 ചട്ടയിടങ്ങളിൽ എഴുതി വെച്ചു. അത് കൊണ്ട് സിദ്ദീഖ് പഠിച്ചുപോയി എന്ന് റാഫിലിയാക്കൾ വാദിക്കുന്നു. എന്താ കാരണം? മുഹമ്മദ് നബി ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടയിലുള്ളിലായി എഴുതി വെച്ചിട്ടില്ല. അത് അബൂബക്കർ സിദ്ദീഖ് ചെയ്തു. അത് മുഹമ്മദ് നബി ചെയ്യാത്ത ഒരു കാര്യം ചെയ്തതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പിഴച്ചുപോയി എന്ന് റാഫിദത്ത് എന്ന് പറയുന്ന പുത്തൽവാദികൾ വാദമുണ്ടെങ്കിൽ ആ വാദം മുജാഹിദുകളും കടപിടിച്ചിട്ടുണ്ട്. ആ മുജാഹിദുകൾ ചോദിക്കുന്ന ചോദ്യമാണ് റാഫിദുകൾ ചോദിക്കുന്നത് പോലെ നബി അത് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം. ആദ്യം ആ അടിസ്ഥാനം മുജാഹിദ് തിരുത്തേണ്ടതാണ്. റാഫിദി വിശ്വാസം മുജാഹിദ് തിരുത്തേണ്ടതാണ്. മുഹമ്മദ് നബി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു കാര്യം അത് ശരിയോ തെറ്റോ എന്നതിന്റെ മാനദണ്ഡം ഖുർആനോ ഹദീസോ ഇജ്മാഅോ ഖിയാസോ ഈ 4 തെളിവുകൾക്ക് അനുകൂലമാണെങ്കിൽ അത് ചെയ്യാവുന്നതും ഈ 4 തെളിവിന് അപ്പുറമാണെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതുമാണ്. മുഹമ്മദ് നബി ചെയ്തോ ചെയ്തില്ലേ എന്നല്ല ഒരു കർമ്മത്തിന്റെ വിധി കണ്ടെത്തുമ്പോൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പറയട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനടുക്കൽ വിളക്ക് കത്തിക്കരുത് എന്ന് വിരോധിച്ചിട്ടില്ല. എന്തിനു വേണ്ടി? വെളിച്ചത്തിന് വേണ്ടിയും അലങ്കാരത്തിന് വേണ്ടിയും കത്തിക്കരുത് വിരോധിച്ചിട്ടില്ല. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേർന്നവർ പ്രധാനമായും 3 വിഭാഗം ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നാമത്തെ വിഭാഗം സുന്നി പ്രസ്ഥാന ബന്ധുക്കൾ, രണ്ടാമത്തെ വിഭാഗം സുന്നി പ്രസ്ഥാനത്തിന് വിരുദ്ധരായ വിഭാഗം, മൂന്നാമത്തെ വിഭാഗം സത്യാന്വേഷികൾ. അതായത് സത്യം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത മൂന്നാമത്തെ വിഭാഗം. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിനോടൊരു അഭ്യർത്ഥനയുള്ളത്, ഈ 3 വിഭാഗത്തിനും തൃപ്തിപ്പെടുന്ന മറുപടി, തൃപ്തിപ്പെടുന്ന ഉദ്ദേശിക്കുന്ന അവരുടെ ആശയത്തിനൊത്ത മറുപടി എന്നല്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു മറുപടി. ഉദാഹരണം പറഞ്ഞാൽ, സുന്നി പ്രസ്ഥാന ബന്ധുക്കൾ ഈ വിഷയത്തിൽ എന്താണ് തെളിവായി ഉദ്ധരിക്കുന്നത്, ഒപ്പം ഇബ്നു തൈമിയ്യയുടെ ആശയങ്ങളുണ്ടെങ്കിൽ അതുകൂടി പറയുക. നേരെ മറിച്ച്
ഇവിടെ സംഭവിച്ചത് ഇബ്നു തൈമിയ്യയുടെ മാത്രം ആശയങ്ങൾ എടുത്തുദ്ധരിച്ചു. മുജാഹിദിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഉസ്താദ് പറഞ്ഞത്, അത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ തന്നെയും സുന്നി പ്രസ്ഥാനം ഈ വിഷയത്തിൽ എന്താണ് ആധികാരികമായി രേഖയായി ഉദ്ധരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ പോലെ പലരും ആഗ്രഹമുള്ളവരുണ്ടാകും എന്നും ഞാൻ മനസ്സിലാക്കുന്നു. നീ എന്റെ ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് ഖിയാസിലൂടെ അമലു സാലിഹാത്ത് കണ്ടെത്താൻ ആർക്കെങ്കിലും അനുവാദമുണ്ടോ? ഒരു ഉദാഹരണ സഹിതം ചോദിക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്റെ ഹദീസിന്റെ പൂർണ്ണരൂപം പറയുന്നില്ല, എങ്കിലും മനസ്സിലാകുമല്ലോ. എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നീ ഒരു കിണർ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഇതിനെ ഖിയാസാക്കിക്കൊണ്ട് ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന ഒരു രീതി പറഞ്ഞു കേൾക്കുന്നു. എനിക്ക് ശരിയായ വസ്തുത അറിയില്ല. അപ്പോൾ അത് ഖിയാസാക്കലല്ലേ? അങ്ങനെ ഖിയാസാക്കാൻ ആർക്കെങ്കിലും അനുവാദം ഉണ്ടോ? അങ്ങനെ ഖിയാസാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പുതിയ അമൽ സാലിഹാത്ത് കണ്ടെത്താൻ പലർക്കും കഴിയില്ലേ? അപ്പോൾ ഇവിടെ ബിദ്അത്തും ഇതും കൂടി കൂടിക്കലരുകയില്ലേ? ചോദ്യം ഇതാണ്. ഖുർആൻ ഓതി മരിച്ചവർക്ക് ഉപകാരം ലഭിക്കാൻ വേണ്ടി ഹദിയ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഉപകാരം ലഭിക്കാൻ വേണ്ടി നാം ഖുർആൻ ഓതുക എന്നതിന്റെ തെളിവ് ഖിയാസ് അല്ല. അതിന്റെ തെളിവ് ഇജ്മാ ആണ്. യൻഫഉഹു ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാതെ മരിച്ചവർക്ക് അവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവർ ഖുർആൻ ഓതുന്നത് ഉപകരിക്കും എന്ന് തർക്കമില്ലാത്ത വിഷയമാണെന്ന് ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറമെ മുഗ്നിയിൽ ഇബ്നു ഖുദാമയും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി ശറഹ് സുദൂറിലും അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത് അതിനെ വിമർശിക്കുന്നവർക്ക് അംഗീകരിക്കാൻ വേണ്ടി അവര് അംഗീകരിക്കുന്ന ഗ്രന്ഥം പറയുകയാണ്. അതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഏത് വിഷയത്തെക്കുറിച്ച് മറുപടി പറയുമ്പോഴും ഇത് മാത്രമേ തെളിവുള്ളൂ എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു തെളിവ് പറയുകയാണ്, 1000 തെളിവുകൾ ഓരോ വിഷയത്തിലും എനിക്കും പറയാം. എല്ലാ തെളിവുകളും എല്ലാ കിതാബുകളും ഉദ്ധരിച്ച് മുഖാമുഖം നടത്തിയാൽ ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ തന്നെ ഒരു 30 ദിവസം ജോലിക്കുന്നു വേണ്ടിയത്. അപ്പൊ പിന്നെ ഒരു ചോദ്യത്തിന്റെ മറുപടി നീട്ടിക്കൊണ്ടുപോയി എന്ന് പറയും. ഇവിടെ തന്നെ എന്നോടൊരാൾ, നമ്മുടെ പ്രവർത്തകൻ തന്നെ വന്ന് പറഞ്ഞു, ചോദ്യത്തിന്റെ മറുപടി ചുരുക്കി കൂടുതൽ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ഇപ്പോൾ പറഞ്ഞ ആളുടെ അഭിപ്രായം അനുസരിച്ച് വേണ്ടത് അങ്ങനെയല്ല, മറ്റു തെളിവുകളും കൂടി കൂടുതൽ പറയുകയാണ് വേണ്ടത്. അങ്ങനെ ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളും നയങ്ങളും ഉണ്ടാകും. അതെല്ലാം നാം സ്വാഗതം ചെയ്യും. മുമ്പ് ഒരാൾ പറഞ്ഞതുപോലെ ഒരാൾക്ക് പഞ്ചസാര ഇട്ട ചായ വേണം, ഒരാൾക്ക് പഞ്ചസാര ഇല്ലാത്ത വേണം, ഒരാൾക്ക് പൊടിച്ചായ വേണം, വേറൊരാൾക്ക് ലേറ്റ് ചായ വേണം, ഒരാൾക്ക് സ്ട്രോങ് വേണം, ഒരാൾക്ക് പിന്നെ ചായപ്പൊടി തന്നെ ഇടാത്ത ചായ കിട്ടണം, വെള്ളച്ചായ. അഹമ്മദിയ മുസ്ലിം പറഞ്ഞ പോലെ കാതികനിയപ്പെട്ട് പറഞ്ഞ പോലെ വെള്ളച്ചായ കിട്ടണം. ഇങ്ങനെ പല കക്ഷികളും ഒരു ചോദ്യത്തിന് വേദിയിൽ ഉണ്ടാകും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നമ്മളൊരു ചായ തരും, അത് ഏകദേശം ഒരു നയം എല്ലാവരെയും കൂടി പരിഗണിച്ചുണ്ടാക്കുകയല്ലാതെ കഴിയില്ല. കൂടുതൽ പഠിക്കേണ്ടവർക്ക് ചോദ്യോത്തരങ്ങൾ ഈ വഴിയല്ലാതെ മറ്റു പല വഴിയിലും പഠിക്കാൻ കേസറ്റുകളും പുസ്തകങ്ങളും ഒക്കെ ധാരാളം, സുലഭ്യമായിട്ടുള്ള ആശയങ്ങൾ പറയുന്ന കേസറ്റുകൾ പുസ്തകങ്ങളൊക്കെ ധാരാളം ഉണ്ടല്ലോ. അത് വായിച്ച് പഠിക്കാവുന്ന കുഞ്ഞുങ്ങളുടെ തെളിവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാ വിഷയത്തിലും നമ്മുടെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളും കേസറ്റുകളും ഉണ്ട്. ഞാൻ തന്നെ പ്രത്യേകിച്ച് ധാരാളം കേസറ്റുകളുണ്ട്, അത് വാങ്ങി കേട്ട് പഠിക്കാവുന്നതാണ്. ഇതിപ്പോൾ ചോദ്യോത്തരം മുഖാമുഖത്തിൽ അത് എല്ലാ തെളിവുകളും പറയുക അസാധ്യം, കഴിയില്ല. അങ്ങനെയാകുമ്പോൾ മറ്റു ചോദ്യങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രധാനമായും ഈ പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം
ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ മുജാഹിദുകൾ മുഖാമുഖം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ഒരു ചോദ്യം, അതിന് 2 ചോദ്യം, കലാസ് പിന്നോട്ട് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഖാമുഖം നടത്തിയിട്ട് വെച്ച് തീർക്കാൻ വേണ്ടി ഒരു പരിപാടി നടത്തിയതാണ് എന്റെ അറിവിച്ച്. ചോദ്യത്തിന് മൈക്കും ഒപ്പിടുന്നാണ് അറിയുന്നത്. അതിന് ആ ഒരു രോഗം ഇവിടെ ഉണ്ടായതുകൊണ്ട് അതിന്റെ ചികിത്സയായിട്ടാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന നിലയ്ക്ക് മുജാഹിദിന്റെ മൗലവിമാരും അവരുടെ പുസ്തകത്തിൽ പറഞ്ഞതും അവരുടെ വിരുദ്ധീയ പറഞ്ഞതും ആയിരിക്കും എന്റെ മരുന്ന്. അതേ മരുന്ന് വേണ്ടവർക്ക് വാങ്ങിക്കൊടുക്കാൻ വേറെ ധാരാളം സന്ദർഭങ്ങളുണ്ട് എന്ന് സാന്ദർഭികമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് നമ്മൾ ഗ്രഹിക്കണം. ലോകത്തുള്ള എല്ലാം പഠിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയല്ല, എല്ലാം ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ സാധ്യവും അല്ല എന്ന് ഓർമ്മപ്പെടുത്തുക. നല്ല നീയത്തോടു കൂടിയാണ് ചോദ്യകർത്താവ് പറഞ്ഞതെന്ന് എനിക്കറിയാം. ആ നീയത്തിനെ ഞാൻ ചോദ്യം ചെയ്തില്ല. നമ്മുടെ സാഹചര്യം ഇതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരും തരാൻ പറയുന്നത് നമ്മളൊരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ പോലെ മുതിർന്ന കുട്ടികളിലേക്ക് വേണമെന്നില്ല, ഇന്ത്യയിൽ പറ്റില്ല. മുൻ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ചോദ്യകർത്താവിന് മുജാഹിദായി, ജമാഅത്തായി അല്ലെങ്കിൽ വേറെ നിരീക്ഷകരായി ചിത്രീകരിക്കുന്ന രീതി സഭത്തിന് പൊതുവെ നല്ലതല്ലെന്ന് തോന്നുന്നു. ചോദ്യകർത്താവുകളുടെ സംശയ നിവാരണത്തിനായിരിക്കും ചോദിക്കുന്നത്. അത് മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കണമെന്നില്ല. ഉസ്താദിന്റെ മറുപടിയിലാണ് ആ ഒരു രീതിയിലാണ് മറുപടി തന്നെ. ഇതിനത്തെ സമയം അതുപോലെ തന്നെ ഇതിന്റെ പത്താവ മുതലായ തുടങ്ങിയവരാണ് ഉസ്താദ് കൂടുതൽ തെളിവാണ് ഉദ്ധരിക്കുന്നത്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് ഉദ്ധരിക്കാം ഒരുപാട് സാധാരണക്കാരുണ്ട്. അതിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കാം. മുമ്പൊരു ചോദ്യകർത്താവ് ചോദിച്ചു, എന്ന ആയത്ത് ഇസ്തിഹാസയ്ക്ക് തെളിവായിട്ടാണ് ഉസ്താദ് പറഞ്ഞത്. ലോകത്ത് ഏതെങ്കിലും ഒരു മുഫസ്സിർ അത് ഇസ്തിഹാസയ്ക്ക് തെളിവായി പറഞ്ഞിട്ടുണ്ടോ? എന്റെ ചോദ്യം തീർന്നില്ല. അള്ളാഹു വേറൊരു ഖുർആനിൽ പറഞ്ഞു, താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ, മിമ്മ അൻസൽന ഇലൈക താങ്കൾക്ക് ഇറക്കപ്പെട്ട ഖുർആനിൽ സംശയമുണ്ടെങ്കിൽ, താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദക്കാരോട് ചോദിക്കുക. സത്യം വന്നു കഴിഞ്ഞാൽ താങ്കൾ സംശയത്തിൽ അകപ്പെട്ടു പോകരുത്. നേരത്തെ പറഞ്ഞ ഉസ്താദ് പറഞ്ഞത് ഇസ്തിഹാസയ്ക്ക് തെളിവാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനിൽ സംശയമുണ്ടെന്നും ആ ഖുർആനിൽ സംശയം തീർക്കാൻ വേദക്കാരോട് പോയി സംശയം ചോദിക്കണമെന്നും അങ്ങനെ വേദക്കാരോട് റസൂലുള്ള ഇസ്തിഹാസ നടത്തി റസൂലുള്ളാഹിയുടെ സംശയം തീർത്തു എന്നും പറയേണ്ടി വരും. അതിന്റെ സംശയമാണ്. ഞാനൊരു മുജാഹിദിന്റെയോ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒന്നും പ്രവർത്തനോ അനുഭാവിയോ അല്ല. അപ്പൊ എന്റെ ഈ ചോദ്യത്തിന് ഉസ്താദ് ഖുർആനിലോ ഹദീസിലോ അതുപോലുള്ള തെളിവ് പറയണം. ഇബ്നു തൈമിയ്യയുടെ ഇഖ്ലാസുൽ ഒന്നും പറയാൻ പാടില്ല. ഈ ചോദ്യം അല്ലദീന യഖ്റഊനൽ കിതാബ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം വായിക്കുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രന്ഥം കൊണ്ടുവന്നവർ എന്നല്ല. ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നവരാണ് മുർസലീങ്ങൾ. ഗ്രന്ഥം വായിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അത് മുർസലീങ്ങളുടെ അനുയായികളാണ്. താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ താങ്കൾ അവരോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം താങ്കൾക്ക് സംശയം ഉണ്ടെന്നല്ല, താങ്കൾ സംശയം ചോദിക്കണമെന്നല്ല. അത് ഈ ഗ്രന്ഥം കൊണ്ടുവന്ന ആളുകളുടെ കൂടെ ജീവിക്കുന്ന മുശ്രിക്കീങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒന്നാണ്. ഏതുപോലെ നമ്മൾ ഈ മുഖാമുഖത്തിൽ മുജാഹിദുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനെ സംശയമുണ്ടെങ്കിൽ ചോദിക്കട്ടെ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. ഇതുപോലെ താങ്കൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞതിന് അവിടെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ അനുയായികളാണെന്ന് വാദിക്കുന്ന അഹ്ലി കിതാബിനോട് ചോദിച്ചോളൂ എന്ന. നേരത്തെ പറഞ്ഞ ആയത്ത് അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ ആയത്ത് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിന എന്നതിനൊരു വിശദീകരണമുണ്ട്. ചോദിക്കാൻ പറയുന്നത് അനുയായികളോടല്ല മുർസലീങ്ങളോടാണ്.
എന്ന് അവിടെ ഒരു വിശദീകരണമുണ്ട് ഖുർആനിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മുർസലീങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയത്തിന് അവകാശം ഇല്ല. ഇങ്ങനെയാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഇസ്തിഗാസത്തിൽ തെളിവാണോ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടോ? മുഫസ്സിറുകളായ മുഫസ്സിറുകൾ മുഴുവനും ഇസ്തിഗാസ അനുവദനീയമാണെന്ന് വിശ്വസിക്കുന്നവരും പ്രഖ്യാപിച്ചവരും ആണ്. ഒരു മുഫസ്സിറും ഇസ്തിഗാസ അനുവദനീയമല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇമാം റാസി, ഇമാം ഖുർത്തുബി തുടങ്ങി നമ്മൾ സാധാരണയായി ഉദ്ധരിക്കുന്ന എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും അവരെല്ലാം ഇസ്തിഗാസ അനുവദനീയമാണെന്ന് രേഖപ്പെടുത്തുകയും അവരുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഇസ്തിഗാസയുടെ വാചകങ്ങൾ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളവരുമാണ്. അലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇസ്തിഗാസ ചെയ്ത ചരിത്രം വരെ എടുത്തു ഉദ്ധരിച്ചുകൊണ്ട് ഇസ്തിഗാസയെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇമാം റാസി നബിയുടെ ഖബറിനടുക്കൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ ഫിൽ ബാബി യാ റസൂലല്ലാഹ് എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറവ് ചെയ്യുന്നതിന് സമ്മതം ചോദിക്കുകയും സഹാബത്തിൽ ഖബറിൽ നിന്ന് സമ്മതം കിട്ടിയതും ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ എന്ന ആയത്തിന്റെ തഫ്സീറിൽ പരിശുദ്ധമായ നബിയുടെ ഖബറിനടുക്കൽ പോയി മുഴുവൻ ആളുകളും നബിയെ വിളിച്ച് തേടുന്നു എന്നും അത് ഈ ആയത്തിന്റെ തഫ്സീറാണെന്നും ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മുഫസ്സിറുകളും ഇസ്തിഗാസയെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ തഫ്സീറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാ ആയത്തുകൾക്കും തഫ്സീറിന്റെ ആവശ്യം ഇല്ല. വ്യക്തമായി ഒരു കാര്യം ഖുർആനിൽ പറഞ്ഞാൽ അതിന് തഫ്സീറിന്റെ ആവശ്യമില്ലെന്ന് ഇമാം ഷാഫിഈ അദ്ദേഹത്തെ അവിടുത്തെ കിതാബ് റിസാലയിൽ പറഞ്ഞിട്ടുണ്ട്. തഫ്സീർ ആവശ്യം വരുന്നത് വ്യക്തമായ വാചകത്തിൽ അർത്ഥം ഇല്ലാതിരിക്കുമ്പോഴാണ് അതിന് തഫ്സീറിന്റെ ആവശ്യം വരുന്നത്. തഫ്സീർ എന്താണെന്ന് നമ്മൾ ആദ്യം ഗ്രഹിക്കണം. തഫ്സീർ എന്ന് പറയുന്നത് വിശദീകരണം എന്നാണ് അതിന്റെ അർത്ഥം. വിശദീകരണം ആവശ്യമായി വരുന്നത് വ്യക്തമായി പറയാതിരിക്കുമ്പോഴാണ്. വ്യക്തമായി പറഞ്ഞതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രത്യേകം തഫ്സീർ പറയേണ്ട ആവശ്യം ഇല്ല. ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് തന്നെ മുഹമ്മദ് നബി സാധാരണക്കാരനല്ല എന്നതിന് തെളിവാണ്. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് മുഹമ്മദ് നബി സാധാരണക്കാരനാണ് എന്നതിന് തെളിവാണെന്ന് മുഫസ്സിരീങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. കാരണം അള്ളാഹു പറഞ്ഞേറ്റാണ് മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ സാധാരണക്കാരനല്ല അതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. സാധാരണക്കാരനല്ല, സാധാരണക്കാരൻ അള്ളാഹു പറഞ്ഞേറ്റാണല്ലോ. ഇതുപോലെ ഖുർആനിലെ ആയത്തുകൾക്ക് വിശദീകരണം ആവശ്യമുള്ളതിന് മാത്രമേ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരണം പറയുള്ളൂ. വ്യക്തമായി പറഞ്ഞ വിഷയങ്ങൾക്ക് തഫ്സീർ പറയുന്ന സ്വഭാവം മുഫസ്സിറുകൾക്ക് ഇല്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി വ്യക്തമായി തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മരണപ്പെട്ടു പോയ അമ്പിയാക്കൾ മുർസലീങ്ങൾ അവരോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖുർത്തുബി അത് പറഞ്ഞതിന് ശേഷം നബി അവരോട് ചോദിച്ചു എന്നും തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചപ്പോൾ അമ്പിയാക്കൾ മറുപടി പറഞ്ഞു എന്നും ഖുർത്തുബിയിൽ തന്നെ ഉണ്ട്. അപ്പൊ തഫ്സീറിൽ വ്യക്തമായി തന്നെ നബിയോട് മരണപ്പെട്ടു പോയ മുർസലീങ്ങളോട് ചോദിക്കാൻ പറഞ്ഞുവെന്നും പറഞ്ഞപ്പോൾ ചോദിച്ചുവെന്നും മറുപടി കിട്ടിയെന്നും തഫ്സീറിൽ വ്യക്തമായി തന്നെ ഉണ്ട്. ഇവിടെ തഫ്സീറിൽ അതില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. തഫ്സീറിൽ വ്യക്തമായി തന്നെ ആ കാര്യം പറഞ്ഞിട്ടും ഉണ്ട്. ഇത്തിഹാസക്ക് തെളിവായിട്ടാണ് ഈ ആയത്ത് ഓതിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മുഫസ്സിറുകൾ പല സ്ഥലങ്ങളിലും ഇത്തിഹാസക്ക് തെളിവായി പറയുന്നത്. പക്ഷേ കബരിക്ക എന്ന ആയത്ത് ഒരൊറ്റ മുഫസ്സിറും അത് ഇത്തിഹാസം പറഞ്ഞിട്ടില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിക്കരുത് എന്ന്, സഹായം ചോദിക്കുന്നതിനെതിരാണ് അവിടുത്തെ കലിമാത്തില്ലാത്ത സ്ഥലത്ത് എന്ന ഹദീസ് എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഖീല അൽ മുറാദു ബിഹാ കലാമുഹു അലൽ ഇസ്ലാമി വഖീല അസ്സലൈതു വഖീല മാ ബഅദ ബിഹി ഖാല ഖത്താബി കാന അഹ്മദ് റളിയല്ലാഹു അൻഹു യസ്തദില്ലു ബിഹാദൽ ഹദീസ് അലാ അന്ന കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖിൻ വയഹ്തജു ബി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യസ്തഗീസു ബിമഖ്ലൂഖിൻ. യഊദു കലിമാത്തില്ലാഹി താമാത്തി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വാക്കുകളാണെന്നും വചനങ്ങളാണെന്നും അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങളാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു അന്ന കലാമുല്ലാഹി
വൈറു മഖ്ലൂഖിൻ, അള്ളാഹുവിന്റെ കലാം സൃഷ്ടിയല്ല എന്നതിന് ഈ ഹദീസാണ് തെളിവാക്കുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ ഒരൊറ്റ സൃഷ്ടികളോടും സഹായം ചോദിച്ചിട്ടില്ല എന്നത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ കിതാബുൽ അംബിയായിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്താ പറയുക? ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം കിതാബിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് യാ സയ്യിദർ റസൂലില്ലദീ മിൻഹാജുഹു ഹാദി കമാലിൽ ഫദ്ലി വത്തഹദീബി ഫസ്ഫഅ മാ ബിഹി അല്ലദീ ബിക യബ്തദി മിൻ ഹൗലി യൗമിദ്ദീൻ വത്തഹദീബി. മുർസലീങ്ങളുടെ നേതാവായ നബിയെ എനിക്ക് ശഫാഅത്ത് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് നബിയോട് വ്യക്തമായി ഇസ്തിഗാസ ചെയ്യുന്ന പദ്യം സ്വന്തം കിതാബായ കിതാബുൽ ദീവാൻ, ആ ദീവാനിൽ തന്നെ രേഖപ്പെടുത്തിയ പണ്ഡിതനാണ് ഇബ്നു ഹജർ അസ്ഖലാനി. സ്വന്തം നബിയോട് 1000 ഇസ്തിഗാസ ചെയ്ത ആളുമാണ് ഇബ്നു ഹജർ അസ്ഖലാനി. ആ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അവരുടെ അടുക്കൽ വെച്ച് സഹായം ചോദിച്ച വ്യക്തി ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന സഹാബിയാണെന്നും ആ ഹദീസ് സഹീഹാണെന്നും ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഫത്ഹുൽ ബാരിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, സഹാബത്ത് അങ്ങനെ വിളിച്ച് സഹായം ചോദിച്ചിട്ടുണ്ട് എന്നും അതിന്റെ സനദ് സഹിയായ ഹദീസ് കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും ഫത്ഹുൽ ബാരിയിൽ തന്നെ ഇബ്നു ഹജർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ സ്വന്തം ഇസ്തിഗാസ ചെയ്തിട്ടും ഉണ്ട്. അതേ സമയത്ത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നത് സൃഷ്ടികളോട് ഇസ്തിഗാസ ചെയ്യുന്നതിന് തെളിവാണെന്ന് ഇമാം റാസി തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കാം. അത് നമ്മുടെ ഈ ചർച്ചയിൽ പെട്ടതല്ല. നമ്മെ സംബന്ധിച്ചോളം ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഇസ്തിഗാസക്കെതിരായിരുന്നോ? അല്ല, ഇസ്തിഗാസ ചെയ്തതായി ഹദീസ് സഹീഹാണെന്ന് രേഖപ്പെടുത്തുകയും സ്വന്തം ഇസ്തിഗാസ ധാരാളമായി ചെയ്യുകയും ചെയ്ത ആളാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ്. ഇതിന്റെ പുറമെ അഊദു ബി റസൂലില്ലാഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തത് സഹീഹ് മുസ്ലിമിൽ തന്നെ വ്യക്തമായ ഹദീസിൽ ഉണ്ട്. റസൂലുള്ളാഹിനോട് തന്നെ അഊദു ബി റസൂലില്ലാഹി എന്ന് ഇസ്തിഗാസ ചെയ്തു. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എതിർത്തിട്ടില്ല. അപ്പൊ നബിയോട് ഇസ്തിഗാസ ചെയ്യുന്നത് പാടില്ല എന്നൊരു വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉഹദ് യുദ്ധത്തിൽ അനുയായികളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. അതാണ് വറസൂലു യദഉക്കും ഫീ ഉഖറാക്കും, നിങ്ങളെ പിന്നിൽ നിന്ന് നിങ്ങളെ സഹായത്തിന് വേണ്ടി മുഹമ്മദ് നബി വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. അതുപോലെ സഹാബത്തും ചെയ്തിട്ടുണ്ട്. ഇമാമിങ്ങളെല്ലാം ഇസ്തിഗാസ സ്ഥിരപ്പെടുത്തി എഴുതിയിട്ടും ഉണ്ട്. ഇതിന്റെ എല്ലാം പുറമെ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന സമയത്ത് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അസ്തുററുൽ കാമിന എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ വിശദമായി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വമിൻഹും മൻ യൻസിബുഹു ഇല ദന്ദഖ, ഇബ്നു തൈമിയ്യ നിരീശ്വരവാദിയാണ്, മതവിരോധിയാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം ഇന്നൽ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്തഗാസു ബിഹി, മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇബ്നു തൈമിയ്യയെ മതവിരോധിയാണെന്ന് വരെ പണ്ഡിതന്മാര് പറയാനുള്ള കാരണമെന്ന് അതേ ഇബ്നു ഹജർ അസ്ഖലാനി അസ്തുററുൽ കാമിനയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആ വാദം മൻഅൻ മിൻ തഅദീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ബഹുമാനിക്കുന്നതിന് ജനങ്ങളെ തടയലാണ് ആ വാദത്തിന്റെ രത്നച്ചുരുക്കം. അതുകൊണ്ടാണ് അദ്ദേഹം മതവിരോധിയാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞത് എന്ന് വരെ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇസ്തിഗാസ ചെയ്യരുത് എന്ന വാദക്കാരനോ അതിനുവേണ്ടി തെളിവ് ധരിച്ച വ്യക്തിയോ അല്ല. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മറ്റൊരു വിഷയമാണ്. അത് സാധാരണകൾക്ക് അമ്പിയാക്കൾ, ഔലിയാക്കൾ വഴിയത്ത് മുഖേന, ക്രാമത്ത് മുഖേന സഹായം ചോദിക്കുമെന്ന നിലക്ക് അവരോട് സഹായം ചോദിക്കുന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞതേ അല്ല. അത് ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണോ അല്ലേ എന്ന ഒരു ചർച്ചയിൽ അങ്ങനെ ഒരു തെളിവ് ധരിച്ചിരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞതിന്റെ അർത്ഥം.
അല്ലെങ്കിൽ ഇബ്നു ഹജർ അസ്ഖലാനി സ്വന്തം ചെയ്തതും മറ്റ് കിതാബുകൾ പറഞ്ഞ മുഴുവനും തെറ്റാണ് എന്ന് പറയേണ്ടി വരും. ഒരിക്കലും ഇബ്നു ഹജർ അസ്ഖലാനി അങ്ങനെ പറയുന്ന ആളല്ല, പറഞ്ഞിട്ടും ഇല്ല. എന്റെ സംശയം ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട സംശയമാണ്. ഈ അടുത്ത സമയത്ത് റബീഉൽ അവ്വലിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ഒരു വിഭാഗം ആളുകൾ ആഘോഷിക്കുകയുണ്ടായി, ഒരു വിഭാഗം ആളുകൾ തെറ്റാണെന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ജീലാനി ദിനം, പൂക്കോയ ദിനം എന്നുള്ള 2 ദിനം കൂടി ഞാൻ താമസിക്കുന്ന മഹല്ലിൽ ആഘോഷിക്കുകയുണ്ടായി. അപ്പോ ഒരു സത്യാന്വേഷി എന്ന നിലയിൽ എന്റെ സംശയം, ഞാനൊരു SSF പ്രവർത്തകനോട് ചോദിച്ചപ്പോൾ പ്രവർത്തകൻ പറഞ്ഞ മറുപടി അവരെല്ലാം നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരായിരുന്നു, അപ്പോൾ അവരുടെ എല്ലാം ജന്മദിനം നാം ആഘോഷിക്കണം എന്നായിരുന്നു. എന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബാക്കൾ. അത് കഴിഞ്ഞാൽ 1,24,000 വരുന്ന അംബിയാ മുർസലീങ്ങൾ, ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാം തുടങ്ങിയ അംബിയാ മുർസലീങ്ങൾ. ഇത്രയും ആദരിക്കപ്പെടുന്ന മഹാന്മാരുടെ ആരുടെയും ജന്മദിനം മുസ്ലിം സമുദായം അല്ലെങ്കിൽ SSF, തുറന്നു പറയാൻ SSFകാരാണ് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നതിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനം ഇവിടെ ഒരു SSFകാരും ആഘോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഒരു സഹാബാക്കളുടെ ജന്മദിനവും അല്ലെങ്കിൽ ആണ്ട് നേർച്ചയും ഇവിടെയുള്ള ഒരു SSFന്റെ നേതൃത്വത്തിലും ആഘോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ എന്റെ സംശയം, ഈ ജന്മദിന ആഘോഷം നമ്മുടെ ഏരിയയിലുള്ള മഹാന്മാരായ മരണപ്പെട്ടു പോയ വ്യക്തികളുമായി ബന്ധപ്പെട്ട് മാത്രം ഒതുക്കണോ, അഥവാ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെയും പരിശുദ്ധമായ ഖുർആനിന്റെയും അതുപോലെ പണ്ഡിതന്മാരുടെ ഇജ്മാഇന്റെയും ശുദ്ധമായ ഖിയാസിന്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്തിന് ചെയ്യാൻ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് അമൽ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രതിഫലം ആ ഉമ്മത്തിന് കിട്ടുമെങ്കിൽ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബാക്കളുടെയും അതുപോലെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരുടെയും ജന്മദിനം കൂടി മുസ്ലിം സഹോദരങ്ങൾ ആഘോഷിക്കേണ്ടതല്ലേ? ഇത് എന്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പച്ചക്കൊടി സാധാരണയായി എല്ലാ മുസ്ലിം സദസ്സുകളിലും ഉപയോഗിക്കപ്പെട്ട് കാണുന്നു, പാർട്ടി ഭേദമില്ലാതെ. യഥാർത്ഥത്തിൽ ഈ പച്ചക്കൊടിക്ക് പരിശുദ്ധമായ ഖുർആനിന്റെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെയോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഇജ്മാഇന്റെയോ വ്യക്തമായ ഖിയാസിന്റെയോ അടിസ്ഥാനമുണ്ടോ? അത് കഴിഞ്ഞിട്ട് വരെ കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. ഒന്നാമതായി, ജന്മദിനാഘോഷം അത് ഈ സഹാബികളുടെ ഒന്നും ആണ്ട് SSFകാര് കഴിച്ചതാണെന്നില്ല. ചോദ്യകർത്താവ് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കണം. ഞങ്ങൾ റമദാൻ മാസം 17-ാമത്തെ രാവ് പതിനീങ്ങളെ ആണ്ട് കഴിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ ആളാണ് ചോദ്യകർത്താവ് കേട്ടോ. അങ്ങനെ ആയിക്കോളുന്നില്ല, ആയിക്കോളാമില്ല. ഹിന്ദിയിൽ സന്തോഷമുള്ള വാക്യം സൂത്രവാദങ്ങൾ പറയുമ്പോൾ എല്ലാവരും പക്ഷെ അത് അറിയുന്നുമില്ല. ഒരു തസ്ബീരെ വേണ്ടും, അങ്ങനെ ചിലനാകട്ടെ. അപ്പോ അത് നമുക്ക് തടഞ്ഞൂടല്ലോ. രക്ഷാവാസങ്ങളിൽ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നിലൊന്ന് നിങ്ങളായി പകുതികളായിട്ട് നാം പിന്നീട് തസ്ബീർ. അങ്ങനെയൊക്കെ ബുഖാരിയിൽ ഹദീസുണ്ട്. അതുകൊണ്ട് നമുക്ക് നിഷേധിച്ചുകൂടാ. അപ്പൊ ഞാൻ പറയുന്നത്, ചോദ്യകർത്താക്കന്മാരെ ആരും പുത്തൽവാദികളായി ചിത്രീകരിക്കേണ്ട. ഞാനങ്ങനെ ചിത്രീകരിക്കുന്നുണ്ട് എന്നൊരു ധാരണ ചോദ്യകർത്താക്കന്മാർക്ക് ഉണ്ടാകുകയും വേണ്ട. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നപ്പോ ഇബ്രാഹിം നബി ഇസ്ലാം പശുവിനർത്തിട്ട് കൊണ്ട കൊടുത്തത് ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം നബി ഇസ്ലാം ഒരു പൊട്ടനാണെന്നൊന്നും നമ്മൾ അത് മനസ്സിലാക്കണ്ട. മറിച്ച് അത് ഇങ്ങോട്ട് വന്നാൽ അതേ രൂപത്തിൽ തന്നെയാണ് അങ്ങോട്ടും നേരിടുക. അത് അതിന്റെ ധൈര്യം ഇരിക്കട്ടെ. ഇപ്പൊ പറഞ്ഞത് ബദരീങ്ങളാണ്ട് എന്ന് പറഞ്ഞാൽ ബദരീങ്ങളൊട്ട് ഒന്നാമത്തെ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി.
രണ്ടാമത്തെ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അങ്ങനെ തുടങ്ങി 313 സഹാബികളുടെയും ആണ്ട് നമ്മൾ റമദാൻ 17 നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആണ്ട് എന്ന് പറഞ്ഞ ആണ്ട് തന്നെ കൊല്ലം വർഷം എന്നാണ് ഇല്ലാത്തത്. ഇവിടെ അടുത്തുള്ള കൊല്ലല്ല, വർഷം എന്നാണ് ഇല്ലാത്തത്. അപ്പൊ ആണ്ട് കഴിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആണ്ടിലൊരിക്കൽ കഴിക്കുക, എന്ത് കഴിക്കുക, സൽക്കർമ്മം ചെയ്ത് കഴിക്കുക. എന്താണ് ഈ സൽക്കർമ്മം ചെയ്ത് കഴിക്കുന്നത്? അതായത് എപ്പോഴും നല്ലതാണ് മരണപ്പെട്ടു പോയ ആളുകളെ അനുസ്മരിക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരുടെ പേരിൽ ധർമ്മം ചെയ്യുന്നതും അവരുടെ മഹത്വം വർദ്ധിക്കുന്നതുമൊക്കെ എപ്പോഴും നല്ലതാണ്. പക്ഷെ എപ്പോഴും ഇത് ചെയ്യൂ എന്നത് നമ്മളെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ മുഖാമുഖം എന്തെന്നും നടക്കാനുള്ളതാണ്, എല്ലാവരും നമുക്ക് നടക്കാനാണ്. അപ്പോ അത് എന്തിനൊരു ലിമിറ്റുമാണല്ലോ. അപ്പൊ എപ്പോഴും ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ ഇസ്ലാമിക പ്രചരണത്തിന് വളരെ പ്രധാനപ്പെട്ട